ഇവിടെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുകയായിരിക്കാം. ചലനം സംഭവിക്കണമെങ്കിൽ ചലനമില്ലാത്ത നിശ്ചലമായ ഒരു അധിഷ്ഠാനം അല്ലെങ്കിൽ ഒരു ആധാരം വേണം. ഈ ആധാരത്തെയാണല്ലോ ബ്രഹ്മം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ആധാരമാണല്ലോ ബ്രഹ്മം. ശരി, ആ ബ്രഹ്മമാകട്ടെ അതല്ല, അത് മറ്റൊന്നില്ലാത്തതാണ്, അതായത് അത് രണ്ടല്ലാത്തതാണ്. അതും ശരി തന്നെ. അങ്ങനെയാവുമ്പോ ഇവിടെ ചോദ്യം, ഇവിടെ ചലിക്കുന്നതെന്ത്, ചലിക്കാത്തതെന്ത്, അഥവാ ചലനം സാധ്യമാകുന്നത് എങ്ങനെ? ഇത് ഉത്തരം തന്നെയാണ്, ഇത് ചോദ്യമല്ല, ഇത് ഉത്തരമാണ്. ഈ ഒരു നിശ്ചലാവസ്ഥയെയാണ് നമുക്കിതിന് ഉത്തരമായിട്ട് കിട്ടുക. കാരണം ഇവിടെ ചലനമില്ല, എന്നാൽ ചലനമുണ്ട്. ബ്രഹ്മത്തിൽ വേറെ ഒന്നുമില്ല. അപ്പൊ ചലിക്കുന്നു എന്ന് തോന്നുന്നത് അത് തോന്നലാണ്, ചലിക്കുന്നില്ല എന്നുള്ളതോ അതിന്റെ പരമമായ അവസ്ഥയാണ്. അതിൽ നിന്ന് അന്യമായി വേറെ ഒന്നും തന്നെയില്ല. അപ്പൊ തിരമാലയ്ക്ക് തോന്നുന്നു ഞാൻ ചലിക്കുകയാണ്. തിരമാല ഒരിക്കൽ അറിയണം ഞാൻ ജലമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ജലത്തിന്റെ സൂക്ഷ്മതലത്തിലേക്ക് തിരമാല ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ എന്നിൽ യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിയും. ഈ സമയം തന്നെ നമ്മൾക്ക് കാലം എന്നത്, ടൈം, സമയത്തെ നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് ഒരു ഉച്ചമയക്കം, ഒരു 10 മിനിറ്റ് പത്രമൊക്കെ വായിച്ച് അങ്ങനെ അങ്ങോട്ട് മയങ്ങി, 10 മിനിറ്റ്. പക്ഷെ 10 മിനിറ്റ് മയങ്ങിയോ ഇല്ല, ഒരു മിനിറ്റോ അരമിനിറ്റോ. ഈ ഒരു അരമിനിറ്റില് നമ്മളൊരു 50 വർഷത്തെ കാര്യം വളരെ അടുക്കോടുകൂടി കാണുന്നു. ആലോചിക്കാറുണ്ടോ നിങ്ങൾ ഇതൊക്കെ? 50 വർഷത്തെ കാര്യം, ചിലപ്പോൾ മുത്തശ്ശനാവുന്നത്, കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാഗമൊക്കെ കഴിഞ്ഞ് വലിയൊരു ചാരുകസേരയിൽ ഇരിക്കുന്നതും, അങ്ങനെ ഭാഗം വയ്ക്കുമ്പോഴുള്ള ബഹളവും, ആ ബഹളത്തിൽ ആരോ അടുത്തുള്ളവര് ഇടപെടുന്നതും, അങ്ങനെ ഒരുത്തൻ വാക്കത്തിയെടുത്ത് വെട്ടുന്നതും, പോലീസ് വരുന്നതും പിടിച്ചു കൊണ്ടുപോകുന്നതും, പിന്നെ കോടതിയിൽ കേസ് വിസ്താരം നടക്കുന്നതും, അവസാനം അവനെ ജയിൽ മോചിതനായിട്ട് തിരിച്ചവൻ താടിയൊക്കെ നീട്ടി തിരിച്ചു വരുന്നതും എല്ലാം കാണുന്നു. എവിടെ? വെറും 2 മിനിറ്റിൽ, 1 മിനിറ്റോ അരമിനിറ്റിലോ. അരമിനിറ്റിൽ ഞാനൊരു വലിയ കാലത്തെ ഉണ്ടാക്കി അനുഭവിക്കുന്നു. അപ്പൊ ടൈം സ്കെയിൽ, ഈ ചലനം എന്നത് നാം കാണുന്നതല്ല, ഒരു മാറിക്കഴിഞ്ഞ, അതാണ് സ്വാമി അലാദ പ്രകരണം എന്ന് പറഞ്ഞത്, തീക്കൊള്ളി പ്രകരണം ഇതിനെക്കുറിച്ച് ഈ കർമ്മത്തിന്റെ ഒരു വലിയ തലങ്ങളെ കാണിക്കുന്നതാണ്. ഒരു പ്രത്യേക ഇതിലേക്ക് ചലനം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും, ഫാന് തന്നെ ഫുൾ സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ കാണില്ല. അതിന്റെ കളറൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിന്റെ സീലിംഗിന് പാകത്തിന് വലിയ, അതിന് നിർമ്മാണ ചെലവ് കൂടും. പിന്നെ നിങ്ങൾ ഒരു ഫാനിന് ഒരു 10,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അത് കറങ്ങുന്നത് കാണില്ല, ഒന്നും കാണില്ല, എന്നാൽ കറക്കം അവിടെ ഇല്ല. അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കറങ്ങുന്നത് കാണാൻ പറ്റാത്തത്. എന്നാൽ കറങ്ങുന്നത്, നമുക്ക് ഭൂമിയുടെ കറക്കം അനുഭവപ്പെടുന്നുണ്ടോ? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക മണിക്കൂറിൽ എത്രയോ വേഗതയിൽ. പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ കറങ്ങും. അപ്പൊ ടൈം സ്കെയില്, അതുപോലെ ചലനങ്ങള് എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ സമയം എന്ന് പറയുന്നത്, ഭഗവാൻ പറയുന്നുണ്ടല്ലോ സമയത്തെക്കുറിച്ച്. അതായത് ഭഗവാന്റെ 1 മിനിറ്റ്, അതായത് ഭഗവാന്റെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു 10,000 വർഷമൊക്കെയാണ് ഭഗവാന്റെ 1 മിനിറ്റ് അത്ര. അങ്ങനെ ഒരു കാലഗണനയുണ്ട്. അങ്ങനെ ഒരാൾ ഒരിക്കൽ ദൈവത്തെ കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, അങ്ങയുടെ സമയത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോ ഞങ്ങളുടെ 1 മിനിറ്റ് അങ്ങേക്ക് എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതായത് എന്റെ 1 മിനിറ്റ് നിങ്ങൾക്ക് 10,000 വർഷം. ഓ,
അത് എനിക്ക് 1 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 10,000 വർഷം. എന്റെ വാച്ചിലെ സെക്കൻഡ് സൂചി എങ്ങനെയൊന്ന് 60 പ്രാവശ്യം കറങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് 10,000 വർഷം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെ പിന്നെ ഞങ്ങളുടെ 100 ലക്ഷം അങ്ങേക്ക് എത്രയാ? അദ്ദേഹം പറഞ്ഞു 1 രൂപ. ഓ, അങ്ങയുടെ 1 രൂപ ഞങ്ങളുടെ 1 കോടി. അതെ ഭഗവാനെ 1 രൂപ തേച്ചു. ഭഗവാൻ പറഞ്ഞു 1 മിനിറ്റ്. റെഡി, ഞാൻ തരാം 1 മിനിറ്റ്. ടൈം സ്കെയില്. ഇവിടെ ഈ ചലനങ്ങളൊക്കെ, ഈ ചലനത്തിന്റെയൊക്കെ ആധാരത്തിലേക്ക് നാം വീഴുന്ന സമയത്ത് ദേശവും കാലവും ഇല്ലാത്ത അതീതമായ ഒരു സ്കെയിലിലേക്കാണ് വീഴുന്നത്. ഈ സ്കെയിലിൽ നിന്നുകൊണ്ട് ഈ ചലനത്തെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ബുദ്ധി കൊണ്ട് അറിയണം. അതുകൊണ്ട് ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്? ഉത്തരവുണ്ട്. വേറെ ഒന്നുമില്ല. പറഞ്ഞു ഭഗവാൻ, ഏവം വിധമായ യജ്ഞങ്ങള്, ആ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടു, താത്വികമായി തന്നെയാണ് ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കാഴ്ചയെ യജ്ഞമാക്കുന്നു, കേൾവിയെ യജ്ഞമാക്കുന്നു, പ്രാണാപാന ധ്യാന ഉദാന സമാനന്മാരെ പ്രഥമപ്രാണനിൽ അവർ ഹോമിക്കുന്ന യജ്ഞം, ഇങ്ങനെ ദ്രവ്യയജ്ഞം, പല പല യജ്ഞങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. എല്ലാം തന്നെ വേദത്തിൽ നിന്ന് അല്ലെങ്കിൽ വിധാതാവിൽ നിന്ന് ആവിർഭവിച്ചതാണ്. ഈ യജ്ഞം അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ യതയന്മാരാണ്. അവർ പ്രയത്നിക്കുന്ന പ്രയത്നശാലികളാണ്. അവർക്കതിന്റെ ഫലം കൈവരുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ, യജ്ഞശിഷ്ടമാകുന്ന അമൃതത്തെ ഭുജിക്കുന്നവർ ആ പരമമായ സനാതനമായ ബ്രഹ്മാനുഭവത്തിന് പാത്രീഭൂതരാകുന്നു. അതുകൊണ്ട് ഈ യജ്ഞഭാവം ആരിലാണോ ഇല്ലാത്തത് അവന് ഈ ലോകവുമില്ല, വേറൊരു ലോകവുമില്ല. അവനെ സംബന്ധിച്ച് ഇതുമില്ല, എവിടെയില്ല. തുടർന്ന് ഭഗവാൻ യജ്ഞത്തിന്റെ ആ ഒരു ഉജ്ജ്വലമായ ഭാവത്തെ ഭഗവാൻ പ്രകടമാക്കുന്നു. മറ്റ് യജ്ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു യജ്ഞത്തെ ഭഗവാൻ അവതരിപ്പിക്കുന്നു. 33-ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. ശ്രേയാൻ ദ്രവ്യമയാജ്ഞാത് ജ്ഞാനയസ്യ പരം തപഃ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ ഹേ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ പരന്തപ, അല്ലയോ അർജുന, ദ്രവ്യമയാത്, ദ്രവ്യരൂപമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട്, ദ്രവ്യത്തിൽ പ്രധാനം ധനം തന്നെ എന്ന് പറയാം. ഈ ധനത്തിന്റെ ഉടമയായാൽ എന്താണെന്നറിയോ? ധനത്തിന്റെ ഉടമയായി ആര് നിലകൊള്ളുന്നോ അവൻ ഭയത്തിന്റെയും കൂടെ ഉടമയാണ് എന്നറിയാം. ധനത്തിന്റെ ഉടമയ്ക്കൊരിക്കലും ഭയത്തിന്റെ ഉടമസ്ഥതാവകാശം കൂടെ ഉണ്ടാവും എന്ന് പറയാം. ധനത്തിന്റെ ഉടമ ഒരുപോലെ ഭയത്തിന്റെയും ഉടമയാണ്. ഒരു മഹാത്മാവ് പറയുന്നു, ചത്ത എലിയുണ്ടല്ലോ, ആ ചത്ത എലിയെ തിന്നാൻ വേണ്ടിയിട്ട് 4 ദിക്കിൽ നിന്നും ഉറുമ്പുകൾ വരുന്നത് പോലെ ഈ ധനികന്റെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അത് പിരിവുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പൊ ധനികൻ സദാസമയം ഭയത്തിലാണ് അവൻ കഴിയുന്നത്. അപ്പൊ ധനത്തിന്റെ ഉടമ ഭയത്തിന്റെയും ഉടമയാണ്. അപ്പൊ ദ്രവ്യം അതുകൊണ്ട് എന്തു വേണം? ധനം ഒഴുക്കിക്കൊണ്ടിരിക്കണം, അതിനെ കെട്ടി നിർത്തരുതെന്ന. അതിങ്ങനെ പല ബാങ്കിലും കൊണ്ടിട്ട് അവിടെ എത്ര പലിശ, ഇവിടെ എത്ര പലിശ, ആ പലിശയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി, അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയില്ലേ. അതുകൊണ്ട് ഈ പിശുക്കി ഇങ്ങനെ വെക്കുന്ന അതിനെക്കുറിച്ച് ഒരു പറയാറുണ്ട്. പിശുക്കന്റെ മകൻ ധാരാളിയാവുന്ന പറയാം. ധാരാളിയുടെ മകനോ അവൻ എരപ്പാളിയാവും അത്ര, കാരണം ഒന്നും ഉണ്ടാവില്ല.
അവനൊന്നുമില്ലല്ലോ എടുത്ത് ജലമാക്കാൻ. അതുകൊണ്ട് ദ്രവ്യയജ്ഞത്തെക്കാൾ ദ്രവ്യമയാത് യജ്ഞാത്, ദ്രവ്യരൂപമായിട്ടുള്ള യജ്ഞം ഭഗവാൻ പറഞ്ഞു അതൊക്കെ ശ്രേയസ്കരം തന്നെ. പക്ഷെ പരമമായിട്ടുള്ള ഒന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവുക, അതിന്റെ പരിമിതികളൊക്കെ ബോധിപ്പിക്കുകയാണ്. ദ്രവ്യമയാത് യജ്ഞാത്, ദ്രവ്യരൂപമായിട്ടുള്ള യജ്ഞത്തെക്കാൾ ജ്ഞാനയജ്ഞ ശ്രേയ. ജ്ഞാനയജ്ഞം ഒരുവന് 100 രൂപ കൊടുക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് അവന് അറിവ് കൊടുക്കുന്നത്. എങ്ങനെ അറിവ്? എങ്ങനെയുള്ള അറിവ്? അവന് എന്നേക്കും ഗുണം ചെയ്യുന്ന അറിവായിരിക്കണം. ചിലരെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ കാശ് കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കും. അവരൊരു കാലത്തും ഗുണം പിടിക്കില്ല. നമ്മളും പിടിക്കില്ല, മേടിക്കുന്നവനും പിടിക്കില്ല. അതുകൊണ്ട് അവന് പരമമായിട്ടുള്ള ഒരു അറിവ്, എന്തെങ്കിലും ഒരു അറിവ്, എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാവാനുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അപ്പൊ ജ്ഞാനയജ്ഞം, അറിവിനെ പ്രദാനം ചെയ്യുന്ന ജ്ഞാനയജ്ഞ ശ്രേയാൻ, അത് ശ്രേഷ്ഠമാണ് ഭഗവാൻ പറയുന്നു. മറ്റ് യജ്ഞം അതുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞത്. അറിവാണ് ഏറ്റവും. അത് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സ്കൂളിൽ കോപ്പി എഴുതിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അത് കള്ളന് കൊണ്ടുപോകാൻ പറ്റില്ല, കൊടുക്കും തോറും അധികരിക്കുന്നു, കൊടുക്കാതിരുന്നാൽ ഇല്ലാതെയായി പോകുന്നു എന്നൊക്കെ. അതുകൊണ്ട് ജ്ഞാനയജ്ഞമാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചിലരൊക്കെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കില്ല. ഈ വക കാര്യങ്ങൾ തന്നെ, അതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. അതൊക്കെ കുറച്ച് വിഷമാണ്. സംസ്കൃതം അറിയുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? വേഗത്തിൽ നിങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു പണി സംസ്കൃതം അറിയുമെന്ന് ചോദിക്കില്ല. അതെ, അറിയാമെന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ ഹാ ഹൂ എന്ന് പറഞ്ഞോളൂ. അതെ. അപ്പം ജ്ഞാനയജ്ഞ ശ്രേയ, അത് ശ്രേയസ്കരമാണ്, ശ്രേഷ്ഠമാണ്. ഹേ പാർത്ഥ, അല്ലയോ അർജുന, സർവം കർമ്മ, എല്ലാ കർമ്മവും അഖിലം ജ്ഞാനേ, അഖിലം എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ അതിന്റെ ഫലങ്ങളോടുകൂടി ജ്ഞാനേ, പരമമായ ജ്ഞാനത്തിൽ, ആ ബ്രഹ്മജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. അതിന്റെ പരിസമാപ്തി എവിടെയാണ്? അറിവാകുന്ന ബ്രഹ്മത്തിൽ. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. അറിവാണ് ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. അതുകൊണ്ട് അറിയുക, മോചിതരാകുക. അറിവാണ് മോചനം, അറിവില്ലായ്മയാണ് ബന്ധനം. ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള യജ്ഞം ജ്ഞാനയജ്ഞം, അറിവ് നേടുക. അപ്പൊ എന്തൊക്കെ ഉണ്ട് അറിവ്? ദ്വേ വിദ്യേ വേദിതവ്യേ, വിദ്യകൾ 2 വിധം ഉപനിഷത്ത്. പരാച അപരാച, ഒന്ന് പരയും ഒന്ന് അപരയും. അതിന് പര അപര, ഒന്ന് ഭൗതിക ജ്ഞാനമാണെങ്കിൽ ഒന്ന് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയാം. ഒന്ന് തന്നെ അറിയുന്നത്, മറ്റേതോ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെയൊക്കെ അറിയുന്നത്. തന്നെ അറിയാതെ തന്നിൽ നിന്ന് അന്യമായതിനെയൊക്കെ അറിഞ്ഞതുകൊണ്ട് അറിവ് പൂർണ്ണാവുമോ? ഒരിക്കലുമില്ല എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഈ അറിവ് നേടേണ്ടത് അതിനെക്കുറിച്ച് പറയും. ഈ അറിവ് എങ്ങനെ സ്വായത്തമാക്കണം, ഈ അറിവിനെ സ്വാംശീകരിക്കേണ്ടുന്ന മാർഗം, രീതി എങ്ങനെയാണ്, അതാണ് പറയാൻ പോകുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രജ്ഞേന സേവയാ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. പ്രണിപാതേന, പ്രണിപാതം എന്ന് പറഞ്ഞാൽ നമസ്കാരം. എങ്ങനെയുള്ള നമസ്കാരം? പ്രകർഷേണ നിപതതി ഇതി പ്രണിപാതം. പ്രകർഷേണ, നല്ലവണ്ണം, നിപതതി, വീഴ അങ്ങോട്ട്, സാഷ്ടാംഗ നമസ്കാരം. അതിനെയാണ് പ്രണിപാതം എന്ന് പറയാം. വിവേകാനന്ദ സ്വാമികൾ
രാമകൃഷ്ണദേവന്റെ അടുത്ത് ചെയ്തത് അതാ. നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. എന്താ കേട്ടത്? വിവേകാനന്ദ സ്വാമികൾ ഈശ്വരനുണ്ടോ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ശരി തന്നെയാണ്, പലരോടും ചോദിച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവന്റെ അടുത്ത് വന്നിട്ടും ചോദിച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ പറയും ചെയ്തിട്ടുണ്ട്. പക്ഷെ രാമകൃഷ്ണദേവനുമായിട്ട് ആദ്യം വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെയുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല, ആദ്യം തന്നെ. പക്ഷെ രാമകൃഷ്ണദേവനെ കുറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായം ആദ്യ കാഴ്ചയിൽ എന്തായിരുന്നു എന്നറിയോ? അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു അറപ്പുളവാക്കുന്ന ഒരു മനുഷ്യൻ. എനിക്കെന്തോ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം തീരെ പിടിക്കുന്നില്ല, എന്നിട്ട് വെറുപ്പും അറപ്പും ഉണ്ടാക്കിയെന്നാണ് രാമകൃഷ്ണദേവൻ. ആ വൃദ്ധൻ, രാമകൃഷ്ണദേവൻ എന്നല്ല, ആ വൃദ്ധൻ, വിവേകാനന്ദ സ്വാമികൾ പറയുന്ന ആ വൃദ്ധനെ എന്തോ എനിക്ക് തീരെ, ഇവരൊക്കെ എന്തൊക്കെയോ വലിയ കാര്യം പറയുന്നു. പക്ഷെ ആദ്യം കണ്ടപ്പോ വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ വൈകിയത് എന്നൊക്കെ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ. മാത്രമല്ല എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ തരാൻ, അയ്യോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് വിവേകാനന്ദ സ്വാമികളുടെ വീട്ടിന്റെ അടുത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടില് രാമകൃഷ്ണദേവൻ ഒരു ഭജനയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഭജനയ്ക്ക് വരാൻ സമയത്ത് ചോദിച്ചു, അന്ന് വന്ന ആ ചെറുപ്പക്കാരൻ നരേന്ദ്രൻ, അവന്റെ വീട് അവിടെയല്ലേ, അടുത്തല്ലേ, അവൻ വരുമോ? അവനോട് വരാൻ പറയണം, എനിക്കവനെ കാണണം. അവൻ പിന്നെ എന്താ വരാത്തത് എന്നൊക്കെ. അങ്ങനെ അവിടെ ചെന്നു. വിവേകാനന്ദ സ്വാമികൾ അവിടെ ചെന്നിരുന്നു നരേന്ദ്രൻ. അപ്പോ നരേന്ദ്രനോട് പറഞ്ഞു, നീ ഒരു പാട്ട് പാടുന്നു. പാട്ട് പാടുന്നുണ്ട്, ഒരു എന്താ ഏതോ ഒരു ഭജന, ഒരു പാട്ട് പാടും. വിവേകാനന്ദ സ്വാമികളുടെ ഒരുപാട് കവിതകളുണ്ട്, നിങ്ങൾ സാഹിത്യ സർവസ്വം നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് വലിയ സന്തോഷമായി രാമകൃഷ്ണദേവന്. നീ അങ്ങോട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് രാമകൃഷ്ണദേവനെ ഒന്ന് നിരീക്ഷിക്കുന്നത് വിവേകാനന്ദ സ്വാമികൾ. പിന്നീട് അവരുടെ 2-3 കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണദേവനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ സാഷ്ടാംഗ നമസ്കാരത്തെ ഒരു മഹാത്മാവ് വിലയിരുത്തിയത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ അടിയറ വയ്ക്കലായിരുന്നു. നിരക്ഷരകുക്ഷിയായ ആ വയോവൃദ്ധന്റെ മുൻപിൽ ഒരു വാഴ വെട്ടിയിട്ടതുപോലെ വിഷയായിരുന്നു. അതൊരു എന്താ പറയാ, പ്രണിപാതനമാണ് എന്ന് പറയാം, സമർപ്പണം. അത് വിവേകാനന്ദ സ്വാമികൾ ഏത് സ്വാമിയെ കണ്ടാലും അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ, കാഷായം കണ്ടാൽ മതി, ഒരു രുദ്രാക്ഷം കണ്ടാൽ ഉടനെ വീണു. എന്നിട്ട് പറയും, അല്ലേ അങ്ങൊരാന കള്ളനായിരുന്നു കേട്ടോ, നമ്മൾ പോയി ഭസ്മൊക്കെ മേടിച്ചില്ലേ. നിങ്ങൾ ഈ കാണുന്നെടുത്ത് പോയി വീഴാതിരിക്കുക. ആദ്യം ഏത് കാവ്യ എന്ത് കണ്ടാലും ഒട്ടനെ, ആരെന്ത് ചെയ്യും, എവിടെങ്കിലും എന്തെങ്കിലും കണ്ടോ ഉടനെ അവിടെ പോയി അല്ലേ. ഈ അമ്പലത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 5 ദിവസം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒരു കല്ല് തൊട്ട് ഇങ്ങനെ 4 പ്രാവശ്യം വെച്ചാൽ പിന്നെ അതെല്ലാവരും ചെയ്യും. അതിനൊരു വിഷമൊന്നുമില്ല. അതൊരു ആവശ്യമുണ്ട്. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്. പോയിട്ട് ആദ്യം തന്നെ ദണ്ഡനമസ്കാരം എന്നല്ല, ദണ്ഡനമസ്കാരം ചെയ്തോളൂ, നല്ല എക്സസൈസാണ്, അത്രയെങ്കിലും ഒന്നും മാറിക്കിട്ടും. അഹങ്കാരത്തെ എവിടെ വേണമെങ്കിലും സമർപ്പിക്കാം. വിവേക ചൂടാമണിയിൽ ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ. സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധോ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ ഋജ്വാദികാരുണ്യ സുധാഭിവൃഷ്ട്യാ. ഹേ സ്വാമിൻ നമസ്തേ, നത ലോകബന്ധോ, നമിക്കുന്നവരുടെ ബന്ധുവായിട്ടുള്ള അല്ലയോ ഭഗവന്, ആത്മീയ കടാക്ഷദൃഷ്ട്യ, അങ്ങയുടെ ആത്മീയമാകുന്ന കണ്ണുകൊണ്ട് മാമുദ്ധര, എന്നെ ഉദ്ധരിച്ചാലും. എന്റെ ആത്മീയമാകുന്ന അങ്ങയുടെ അറിവുകൊണ്ട്, നോട്ടം കൊണ്ട് എന്നെ ഉയർത്തിയാൽ, അല്ലാതെ അങ്ങയുടെ എന്തെങ്കിലും സിദ്ധികൾ ഇങ്ങോട്ട് വരട്ടെ. ആ ഒരു രീതിയാണ് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ
അവതരിപ്പിക്കുന്ന ഒരു രീതി. എന്നിട്ടോ ശിഷ്യൻ ചോദിക്കണം, കോ നാമബന്ധ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷയ. കോ നാമബന്ധ, എന്താണ് ബന്ധനം? കഥമേഷ ആഗതഃ, ഏഷ ആഗതഃ കഥം, ഇതെങ്ങനെ വന്നു, എങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് മോചിതനാകാം, ഇത്യാദി ചോദ്യങ്ങളൊക്കെ ചോദിക്കണം വിദ്യാന്തരം. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു, പ്രണിപാതേന, സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മുടെ ശരീരത്തെയല്ല സമർപ്പിക്കുന്നത്. ശരീരത്തെ ആർക്കും വേണ്ട എന്ന് പറയാം, സമർപ്പിക്കാൻ. അതുകൊണ്ടാണ് രാമകൃഷ്ണദേവൻ രാമകൃഷ്ണദേവനെ വന്ന് നമസ്കരിച്ച സമയത്ത് രാമകൃഷ്ണദേവൻ അയാളെ തിരിച്ച് അങ്ങോട്ട് നമസ്കരിച്ചു. അയാൾ ആകെ പേടിച്ചുപോയി. അതെന്തിനാ? അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളെന്തിനാ എന്നെ നമസ്കരിച്ചത്? അയ്യോ, അങ്ങ് മഹാത്യാഗി, എല്ലാം പരിത്യജിച്ച് ഭഗവാനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അങ്ങല്ലേ നമസ്കാരയോഗ്യൻ. അപ്പൊ രാമകൃഷ്ണദേവൻ ഒന്നുകൂടെ അയാളെ നമസ്കരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് പേടിയായിരുന്നു പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്തിനാ എന്നെ നമസ്കരിച്ചത്? അങ്ങ് പറഞ്ഞത് ശരിയാണ്. കാരണം ലോകത്തിലെ എല്ലാം നിരർത്ഥകമെന്ന് കരുതി ഭഗവാനെ മാത്രം ആശ്രയിച്ചതാ ഞാൻ. ഏറ്റവും വലിയ ഭഗവാനെ ആശ്രയിച്ചു ഞാൻ. ഏറ്റവും വലുത് തിരസ്കരിച്ചവനല്ലേ നീ, ഭഗവാനെ ഉപേക്ഷിച്ചവനല്ലേ, അതിനുള്ള നമസ്കാരം എന്ന് പറയാം. എന്നേക്കാൾ വലിയ ത്യാഗി നീയാ, മഹാത്യാഗി. അപ്പൊ നമ്മുടെ സമർപ്പണം എവിടേക്കുള്ളതാ? നമ്മുടെ ശരീരത്തിന്റെ സമർപ്പണമല്ല, പിന്നെയോ അഹങ്കാരത്തിന്റെ എന്ന് പറയാം. അഹങ്കാരത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് ഉണരാനുള്ള ഒരു നമസ്കാരമാണ്. അതിപ്പം ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പം നമസ്കരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കുനിയാനൊക്കെ, കുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല സ്ക്രൂവൊക്കെ ഇട്ട് മുറുക്കിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ സ്ക്രൂവൊക്കെ വീഴും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും നിൽക്കട്ട. മനസ്സുകൊണ്ട് ചെയ്യാം. ഏതൊരു അറിയാനുള്ള ആ ഒരു ശ്രമം നടത്തുന്ന സമയത്ത് നമുക്ക് നമസ്കാരപൂർവമായിട്ടുള്ള ഒരു സമീപനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രമൊക്കെ വിചാരം ചെയ്യുന്നതിന് മുൻപായിട്ട് ശാന്തി മന്ത്രം ചൊല്ലുന്നത്. അതിന്റെ താല്പര്യം എന്താണ്? പ്രശാന്തമായ ശാന്തമായ മനസ്സിൽ ആവിർഭവിക്കുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, അത് ആരോഗ്യപരമാണെന്ന്. അല്ലെങ്കിലോ അശാന്തമായ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ ഒരുവനെ ശാന്തിയിലേക്ക് നയിക്കില്ല, അശാന്തിയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ശാന്തി മന്ത്രത്തോടുകൂടി ഉപനിഷത്തൊക്കെ ആരംഭിക്കുന്നത്. ശാന്തി മന്ത്രത്തിൽ നിന്ന് ശാന്തമായ മനസ്സിൽ ഉണ്ടാകണം പ്രശ്നങ്ങൾ, അതിനെ ശാന്തമാക്കണം. അപ്പൊ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. താൻ സമർപ്പിതനാകുന്നതോടുകൂടി താൻ ശാന്തനാകും. സമർപ്പിതനാകാത്തവന് ശാന്തനാകാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കിക്കോളൂ. പലപ്പോഴും നമുക്ക് ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ നമസ്കരിക്കാൻ നേരത്ത് നമ്മൾ നോക്കും, എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട്. കാരണം നമ്മളിട്ട വസ്ത്രമൊക്കെ അത്രയും നല്ലതാണ്. അവിടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എണ്ണയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് പോവാൻ. അപ്പൊ അതൊക്കെ അതുകൊണ്ട് നിങ്ങൾ സൂര്യനെ നമസ്കരിച്ച് പഠിക്കൂ. സൂര്യ നമസ്കാരം നല്ലതല്ലേ. പിന്നെ ചിലർക്കുണ്ട് എങ്ങനെയാ എവിടെയാ നമസ്കരിക്കേണ്ടതെന്നും അറിയില്ല. റോട്ടിലാണെങ്കിൽ സ്വാമിയെ കണ്ട ഒറ്റ നമസ്കാരം. അതെ, പറഞ്ഞിട്ടുണ്ടെന്നാ ഗുരു, എവിടെ കണ്ടാലും ഉടനെ നമസ്കരിച്ചോളണം. മനസ്സുകൊണ്ടാകാം ഇതൊക്കെ. നമ്മളെ ആ പ്രണിപാതം എന്ന് പറയുമ്പം നന്നായിട്ടുള്ള നമ്മുടെ അഹങ്കാരത്തെ പൂർണ്ണമായി സമർപ്പിക്കുക. അഹങ്കാരത്തിന്റെ സമർപ്പണമാണ് നടക്കേണ്ടത്. അല്ലാതെ നമ്മുടെ സത്തയെ അല്ല സമർപ്പിക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് ആ തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ സത്തയെ കൊണ്ട് ആരുടെയെങ്കിലും കാലില് എനിക്ക് വല്ലവന്റെയും കാലിലൊന്നും പോയി വീഴുന്നത് നിങ്ങളെപ്പോലെ എനിക്ക് അത് ബുദ്ധിമുട്ടാണ്. നല്ലതാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു യുക്തിയുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് യുക്തി ഇതുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കണം. എവിടെയെങ്കിലും ഇതൊന്ന് സമർപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് അത്ര ജയിലിൽ കയറുന്ന സമയത്ത് ജയിലിലേക്ക് കയറാൻ ചെറിയ വാതില, തല കുനിച്ചു വേണം അത്ര കയറാൻ. അവിടെ തല നിവർത്തി കയറാൻ പറ്റുകയാണ്.
കുറച്ച് ഏതായാലും ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറുകയാണ്. സമർപ്പണം. എന്നിട്ടോ പരിപ്രശ്നേന, പരിപ്രശ്നത്തിലൂടെ, പരിപ്രശ്നം എന്ന് പറഞ്ഞാല് അറിയാൻ ആഗ്രഹമുള്ള, തനിക്ക് ഒരു പ്രശ്നമായി നിലകൊള്ളുന്ന, ഇതറിഞ്ഞേ മതിയാവും, അങ്ങനെയുള്ള തന്റെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കണം, ചോദിക്കണം. പരിപ്രശ്നേന. പിന്നെയോ സേവയാ. സേവ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സേവയല്ല, അങ്ങനെ ഒരു സേവ ഉണ്ടല്ലോ അല്ലെ. പരിപ്രശ്നവും സേവയും. സേവയിലൂടെ നീ എന്തു വേണം? തദ്വിദ്ധി, അതിനെ അറിയണം. ഉപനിഷത്തില് അല്ലെങ്കിൽ ഭഗവത്ഗീതയില് ജ്ഞാനത്തെ സ്വീകരിക്കേണ്ടുന്ന മാർഗത്തെ കുറിച്ച് പറയുന്നു. എവിടെ നിന്നാണോ നാം ഈ അറിവ് നേടാൻ ശ്രമിക്കുന്നത്, ആ ഘടകത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം ഇതാണ്, ഒരു വിനയാന്വിതമായ ഒരു സമീപനം. അതിപ്പോ നിങ്ങൾക്ക് ഭഗവത്ഗീതയോട് ആണ് അത് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഗുരു പരമ്പരയോട്, ഇതാരാണോ നമുക്ക് കൈമാറ്റം ചെയ്ത് തന്നിട്ടുള്ളത് അവരോട്, ഈ ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനോട്. അതുകൊണ്ടാണല്ലോ ഗ്രന്ഥം വിചാരം ചെയ്യുന്നതിന് മുൻപായിട്ട് നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ, നമസ്കാരം അവിടേക്കുള്ളതാണ്. ആ വിശാല ബുദ്ധിക്ക് മുൻപിൽ നമസ്കാരം. ആരെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ കുറിച്ചിട്ട്. അപ്പം ഭഗവാന് നമസ്കാരം. അതിന്റെ താത്പര്യത്തെ, ഏതൊരു താത്പര്യത്തിനായിക്കൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യം എന്താണ് ഗ്രന്ഥ വിചാരത്തിലൂടെ, അത് സാധിക്കട്ടെ എന്ന ഭാവത്തിലുള്ള നമസ്കാരങ്ങൾ. അതിനെ അറിയൂ. തദ്വിദ്ധി, നീ അറിയണം. എങ്ങനെ? പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. സേവയ എന്നുള്ളത് ഗുരുകുലത്തിലൊക്കെ ഗുരുവിനെ സേവിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ആശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് എങ്ങനെയാ സ്വാമിക്ക് പറയേണ്ടതെന്നറിയില്ല. കാരണം നിങ്ങൾക്കൊക്കെ അത് കിട്ടാത്തവരാണല്ലോ. അതൊരു സുവർണ കാലമാണ് ആശ്രമം. ഒരു ഗുരുവിന്റെ കീഴിൽ ആ ഗുരു അച്ഛനും അമ്മയും ഒക്കെയായി മാറി ആ ആശ്രമത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ കഴിയുന്ന ഒരു സുവർണ കാലം. അപ്പൊ ഗുരുവിന് ചെയ്തു കൊടുക്കാൻ മത്സരമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഗുരുവിന്റെ പാദസേവ ചെയ്യുന്ന 2 ശിഷ്യന്മാരെ കുറിച്ച് കേട്ടിട്ടില്ല. ഒരു പാദം അങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുക, മറ്റവൻ വന്നിട്ട് ഇതെന്റേത് എന്ന് ഭാഗം വെച്ചു അല്ലേ. അപ്പൊ ഒരു പാദത്തിന് എന്തോ കൊതുക് വന്നിരുന്നപ്പം ശിഷ്യൻ അത് തട്ടിയപ്പം മറ്റേ കാലിലായിരുന്നു. അപ്പൊ മറ്റവൻ ഇതിന് ഒന്നങ്ങോട്ട് കൊടുത്തു, നീ എന്താ ഇത് കടിക്കാൻ. അങ്ങനെ വടിയെടുത്ത് അടിയായ ഒരു കഥയുണ്ട്. പിന്നെ വടികൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ മാറി മാറി ഗുരുവിന്റെ പാദത്തെ സേവിച്ച കഥ. ഏതായാലും അവിടെ ആശ്രമത്തിലൊരു മത്സരമായിരിക്കും ഗുരുവിനെ സേവിക്കാൻ, ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതൊരു വേറൊരു ഒരു കൾച്ചറാണ് അവിടെ പറയാം. അതിനൊക്കെ സ്വാമി നിങ്ങളുടെ മുൻപിൽ നിങ്ങളോട് വിസ്തരിച്ച് നിങ്ങൾ അസൂയ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ആശ്രമങ്ങളിൽ അന്തർയോഗം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ആ ആശ്രമത്തിന്റെ ഒരു ചുറ്റുപാട് അറിയാനൊരു ശ്രമം നടക്കുക. ഞങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന 3 വർഷം പത്രവായന, TV കാണുക, അങ്ങനെയുള്ള ഒന്നുമില്ല. വെറും ഈ ശാസ്ത്രവും ശാസ്ത്രവിചാരവും പിന്നെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഗുരുവായിട്ടാണ്. സഹബ്രഹ്മചാരികളോട് നമുക്ക് അത്രയൊന്നും ഇതുണ്ടാവില്ല. ആ ഒരു സേവയിലൂടെ അതൊരു പ്രത്യേക ഒരു ബന്ധമാണ്, ഒരു പ്രേമബന്ധമാണ് എന്ന് പറയാം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ്. അവിടെ വേറെ ഒന്നുമില്ല. അതിലാണ് ഇത് ഒഴുകേണ്ടത് എന്ന്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം സാധിക്കുക. അത് നമുക്ക് ശാസ്ത്രത്തോടുണ്ടായാൽ മതി. ഈ ശാസ്ത്രം എനിക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോകുന്നതാണ്. ഗാന്ധിജിക്ക് ഗുരുവായിരുന്നത് ഗീതയല്ലേ. ഗാന്ധിജി വേറെ ആശ്രമങ്ങളിലൊന്നും പോയി ഗുരുക്കന്മാരെയൊന്നും പോയിട്ട് നിരന്തരം പാദസേവയൊന്നും ചെയ്തിട്ടില്ല. ഗീതയെ ഗുരുവായി വരിച്ചതാണ്. അങ്ങനെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഗുരുവായിട്ട് വരിക്കാം. പക്ഷെ ഓർത്തുകൊള്ള ഗുരുവായി വരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം വരിക്കാൻ. അതുകൊണ്ട് ഭഗവത്ഗീത ശങ്കരാചാര്യ സ്വാമികൾ സൂര്യനെ പറഞ്ഞു കൊടുത്തു. 4-ാം അധ്യായത്തിൽ ആരംഭം സൂര്യന് ഉപദേശിച്ചിട്ടുണ്ട്. സൂര്യനെ ഗുരുവായി വരിച്ചോളൂ, ഒരു കുഴപ്പവും സംഭവിക്കില്ല.
സൂര്യനെ കുറിച്ച് യാതൊരു അപകീർത്തിയും പത്രത്തിൽ വരില്ല. ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കാം. സൂര്യൻ ഇത് അന്നൊന്ന് അഴിമതികളിൽ പെട്ടിട്ടുണ്ട്, മൂപ്പരെ കുറിച്ച് ഇന്ന കേസുകളൊക്കെ ഉണ്ട്, വരില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിൽ സംഘർഷങ്ങളുണ്ടാവും. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു പ്രണിപാതനം കൊണ്ട്, നമസ്കാരം കൊണ്ട്, വിനയം കൊണ്ട് അത് നീ അറിയണം. പറയുന്നു തത്വദർശിന, തത്വത്തെ ദർശിച്ചിട്ടുള്ള, തത്വദർശി എന്ന് പറഞ്ഞാൽ ആ സത്യത്തെ അനുഭവപ്പെടുത്തിയിട്ടുള്ള. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തില് തത്വദർശികളാണ് തത്വചിന്തകന്മാരല്ല. തത്വത്തെക്കുറിച്ച് ചിന്തിച്ചവരല്ല. അത് പാശ്ചാത്യ ലോകത്താണ് ചിന്തകന്മാര്. നമ്മുടെ ദേശത്തില് ചിന്തകന്മാരില്ല, നമ്മൾക്ക് ദാർശനികന്മാരാണ്. അത് അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. ആ ദാർശനികന്മാരിൽ നിന്ന് അവരാരാണ്? ജ്ഞാനിനഹ, അറിവ് നേടിയിട്ടുള്ളവരാ. അവര് നിനക്ക് ജ്ഞാനം, അറിവിനെ ഉപദേശന്തി, നിനക്ക് ഉപദേശിക്കും. അപ്പൊ ഈ ഒരു വിദ്യാവണ്ണമുള്ള സമീപനത്തിൽ നിന്ന് നിനക്കത് കിട്ടണം. ആരെങ്കിലും അത് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സമീപിച്ച ഇടം തെറ്റി എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോവുക. അതുകൊണ്ട് ഏതൊരു ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആ ഗുരു നിങ്ങളെ അവിടെ ഒരു വൃത്തമുണ്ടാക്കി ആശ്രമകാര്യങ്ങളും മറ്റു സംഗതികളും ഒക്കെ ചെയ്യൂ, നിങ്ങൾ അവിടെ പോകരുത് ഇവിടെ പോകരുത് എന്ന നിബന്ധനകൾ വെക്കുന്നുവെങ്കിൽ, കൽപ്പനകൾ വെക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളാം. പല ആശ്രമങ്ങളും അങ്ങനെയാണ്. ചില ആശ്രമങ്ങൾ ഈ ആശ്രമത്തിൽ പോകുന്നതിന് വിലക്കാണ് അവർക്ക്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, അത് കേൾക്കരുത്, ഇത് കേൾക്കരുത്. അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ നന്നായി പോയാലോ, അതുകൊണ്ട് അങ്ങനെ പാടില്ല. ഇവിടെ ഭഗവാൻ ഗീത നിങ്ങൾ അവസാനം കാണുമത്. അതുകൊണ്ട് നമുക്കൊക്കെ വലിയൊരു നമ്മളെ ചിന്മയ മിഷനിലേക്ക് ആകർഷിച്ചതിന്റെ ഒരു പ്രധാന കാര്യം അതാണ്. കാരണം ഇവിടെ സ്വാമി ചർച്ച ചെയ്തത് ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെയാണ്. പൂർവന്മാരായ ഋഷീശ്വരന്മാരെന്താണോ ചെയ്തത് അതാണ്. വേറെ ആരുടെയും മഹാത്മ്യമോ മഹത്വമോ പറയുകയായിരുന്നില്ല എന്ന് പറയാം. ശാസ്ത്രം നമ്മുടെ ആധാരശിലയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുക. ഇവിടെ സ്വാമി 108 ദിവസം ചെയ്യാൻ പോണതും ഇതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം, കൂടുതൽ അറിയാൻ ശ്രമിക്കാം. അല്ലാതെ സ്വാമി നിങ്ങളും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റും ഇല്ല. ഇനി പിന്നെ തുടർച്ചയായിട്ട് എഴുത്തെഴുതുക, നിങ്ങൾ അങ്ങോട്ട് വരൂ, നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം, നിങ്ങൾ അത് ചെയ്യും, അങ്ങനത്തെ പരിപാടിയേ ഇല്ല. നിങ്ങൾ അറിയാൻ നിങ്ങൾ പോവുക, നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ. നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റും ഇല്ല. അത് ഇനി അതും പറയട്ടെ, നിങ്ങൾക്കും അങ്ങനെ ആകാവൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാണ് അതിന്റെ, ഇതറിയാൻ വിടുക. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കരുത്. പലപ്പോഴും അങ്ങനെയാണ്. ആശ്രമത്തിലേക്കൊക്കെ നമ്മൾ ഇതറിയാനാ വരിക. ആ സമയത്ത് നമ്മളെ വേറെ എന്തെങ്കിലും ഏൽപ്പിക്കും. ആശ്രമത്തിലെ ചിലപ്പം എന്തെങ്കിലും ഒരു കെട്ടിടം പണി, ഞാൻ ഏൽക്കാം സ്വാമി എന്ന് പറഞ്ഞ് അത് ഏൽക്കും. പിന്നെ അതിന്റെ കണക്കുമായി ഇതുമായി അതും ഇതും ഒക്കെയായി. പിന്നെ ബ്രഹ്മവിദ്യ ഒന്നുമില്ല, പിന്നെ ഈ വിദ്യ മാത്രം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ഗുരു തന്നെ വ്യതിചലിപ്പിക്കുന്നു എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ ആ വൃത്തത്തിൽ നിന്ന് വേഗം പുറത്തു ചാടുക. നമ്മുടെ ചിന്മയാൻ സ്വാമികൾ പറയും, എന്റെ ആശ്രമം, എന്റെ സാന്ദീപനി സാധനാലയ അതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണെന്ന് പറയാം. അതിന്റെ ഗേറ്റ് ഒരിക്കലും അടയ്ക്കാറില്ല, വരാം പോവാം. ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് 3 വർഷം ഭക്ഷണവും താമസവും എല്ലാം തന്ന് പഠിപ്പിക്കുമ്പോ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഉണ്ടോ? തിരിച്ച് ആശ്രമത്തിൽ സേവിക്കാം, ഇതാ നിങ്ങൾക്കറിയോ, പറയാം, ഇപ്പൊ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം, ഒരാളും ചോദിക്കില്ല. തിരിച്ചു വരാൻ പോലീസ് കേസോ പിടിച്ചു കൊണ്ടുവരും, പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. എപ്പോ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം, ആരും ചോദിക്കില്ല. മര്യാദ എന്ന നിലയ്ക്ക് ഒന്ന് പറയണം, സ്വാമിജി ഞാൻ പോവുകയാണെന്ന്, അതിന്റെ സുപ്രീം ഹെഡിനോട്. അത്രയേ ഉള്ളൂ. നമ്മള് പൂർണ്ണ സ്വതന്ത്രനാണ്. വേറെ യാതൊരു ഇടകൂടങ്ങളിലും എന്താ പറയാ, ആ വിവാദം ഈ വിവാദം ഒന്നും വേണ്ട. കാരണം നിങ്ങൾ ഇതറിയൂ, ഇതിനെ അറിയാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കൂ, ഇതിനെ കൈമാറ്റം ചെയ്യൂ. അതുകൊണ്ട് ഇതായിരിക്കണം നമ്മുടെ തുടർന്നുള്ള നമ്മുടെ പോക്ക്.
ഇതിനെ കൂടുതൽ അറിയാൻ, ഭഗവത്ഗീത അറിയാൻ, ഉപനിഷത്തുകൾ അറിയാൻ, ഇതിന്റെ ആഴങ്ങളിലേക്ക് പോവുക. അതായിരിക്കട്ടെ നമ്മുടെ മുൻപിലെ ലക്ഷ്യം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, നിനക്കത് നീ അറിയണം. എന്നിട്ടോ തത്വദർശികൾ, ജ്ഞാനികൾ നിനക്ക് ഈ ജ്ഞാനത്തെ ഉപദേശിച്ചു തരും. അവരുടെ ആത്മീയമാകുന്ന കടാക്ഷ ദൃഷ്ടി കൊണ്ട് അവർ നിനക്കതിനെ പറഞ്ഞു തരും. എന്നിട്ട് അത് അറിഞ്ഞിട്ടിപ്പോ എന്താ ഭഗവാനെ കാര്യം എന്നാണെങ്കിൽ ഭഗവാൻ പറയുന്നു എന്താണ് കാര്യം എന്ന്. യസ്യാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യചേതേന ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി. പുനഃ ഏവം, പുനഃ വീണ്ടും, ഏവം ഇപ്രകാരമുള്ള മോഹം, നിനക്ക് വന്നിട്ടുള്ള ഒരു മോഹമുണ്ടല്ലോ. ഏതാണ് മോഹം? മമ ഏതേ അഹമേഷാം, ഞാൻ അവരുടേത്, അവരെന്റേത്. ഇതാണ് മോഹം. അത് ഏവം മോഹം നയാസ്യസി, നീ പ്രാപിക്കില്ല. നിനക്ക് ഇപ്പൊ ഏറ്റ മോഹമുണ്ടല്ലോ, ബന്ധനങ്ങളെ കുറിച്ചുള്ള മോഹം, അത് നിനക്ക് കൈമോശം വരും. അതിൽ നിന്ന് നീ മോചിതനാകും. അനന്തരം ഏന അശേഷാണി, ഏന യാതൊന്ന് ഹേതുവായി, യാതൊന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം, അറിവ് ഹേതുവായിട്ട്, അശേഷാണി ഭൂതാനി, അശേഷാണി ഒന്നൊഴിയാതെ, എല്ലാം ഭൂതാനി എല്ലാ സൃഷ്ടികളെയും ആത്മനി ആത്മാവിലും, മയി ച എന്നിലും ദ്രക്ഷ്യസി നീ കാണും. ഈ അറിവിന്റെ ഫലം എന്താണ്? യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ. സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും പ്രപഞ്ചത്തിൽ ഒന്നൊഴിയാതെ ആത്മനി ഏവ അനുപശ്യതഃ തന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഭഗവാൻ പറയണു ആത്മനി ആത്മാവിലും മയിച്ച എന്നിലും ദ്രക്ഷ്യസി നീ കാണും. ഇതിനെ ഭഗവാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അതിനാണ് വിശ്വരൂപ ദർശനം എന്ന് പറയാ. ഈ വിശ്വരൂപ ദർശനമൊക്കെ നമ്മൾ ഈ കലണ്ടർ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെയായിരിക്കുന്നത്. വിശ്വരൂപം കാണുക പറഞ്ഞാൽ എന്താ? ആ ശിവാജിയിലെ ഒരു കലണ്ടർ ഉണ്ടല്ലോ, അതിന്റെ രൂപം ഇങ്ങനെ കാണുക എന്നുള്ളത്. അത് ചില സൂചനകൾ നൽകുന്നതാണ്. ആ സൂചനയിൽ നിന്ന് പോണം, നമ്മൾ കലണ്ടറിൽ നിന്ന് പോണം, പുറത്തേക്ക് പോണം. അപ്പൊ നീ എന്നിലും, നിന്നെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ നീ എല്ലാറ്റിനെ എന്നിലും കാണും, എന്നെ മറ്റുള്ളതിലും കാണും. ഇതാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. ഇതാണ് അറിവ്. സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും പ്രപഞ്ചത്തിൽ ഒന്നൊഴിയാതെ ആത്മനി ഏവ അനുപശ്യതഃ തന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഭഗവാൻ പറയണു ആത്മനി ആത്മാവിലും മയിച്ച എന്നിലും ദ്രക്ഷ്യസി നീ കാണും. ഇതിനെ ഭഗവാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അതിനാണ് വിശ്വരൂപ ദർശനം എന്ന് പറയാ. ഈ വിശ്വരൂപ ദർശനമൊക്കെ നമ്മൾ ഈ കലണ്ടർ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെയായിരിക്കുന്നത്. വിശ്വരൂപം കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ശിവാജിയിലെ ഒരു കലണ്ടർ ഉണ്ടല്ലോ, അതിന്റെ രൂപം ഇങ്ങനെ കാണുക എന്നുള്ളത്. അത് ചില സൂചനകൾ നൽകുന്നതാണ്. ആ സൂചനയിൽ നിന്ന് പോണം, നമ്മൾ കലണ്ടറിൽ നിന്ന് പോണം, പുറത്തേക്ക് പോണം. അപ്പൊ നീ എന്നിലും, നിന്നെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ നീ എല്ലാറ്റിനെ എന്നിലും കാണും, എന്നെ മറ്റുള്ളതിലും കാണും. ഇതാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. ഇതാണ് അറിവ്. തുടർന്ന് അപിഛേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സംതരിഷ്യസി. അപിചേത് അസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേന ഏവ വ്രജിനം സന്തരിഷ്യസി. സർവേഭ്യ പാദേഭ്യ എല്ലാ ഏഭ്യന്മാരും, സർവേഭ്യ പാപേഭ്യ എല്ലാ പാപങ്ങൾ ചെയ്തിട്ടുള്ള അതിനേക്കാൾ പാപകൃത്തമഃ, അതായത് പാപത്തിന്റെ മൂർത്തിമത് ഭാവം ആണെങ്കിലും അസീചേത് അപി ആയി ഭവിക്കുമെങ്കിലും അല്ലെങ്കിൽ ഭവിച്ചവനാണ് എങ്കിലും
ഇതാണ് ഗീതയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അതായത് പാപികളിൽ വെച്ച് പാപികളുടെ പാപി, പാപാനാം പാപി ആയിട്ടുള്ളവനാണെങ്കിലും സർവം വ്രജിനം ജ്ഞാനപ്ലവേന സന്തരിഷ്യസി, സകല വ്രജിനം, സകല പാപങ്ങളെയും അവൻ ഈ അറിവാകുന്ന ജ്ഞാനമാകുന്ന പൊങ്ങുതടി കൊണ്ട് അല്ലെങ്കിൽ തോണി കൊണ്ട്, പ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി, തോണി, വെള്ളത്തിന്റെ മുകളിൽ പോവാൻ ആശ്രയമായിട്ടുള്ളത്, അത് സന്തരിഷ്യസി നീ എന്താ കടക്കും, താരണം ചെയ്യുന്നു പറയാം. അപ്പൊ പാപികളിൽ വെച്ച് ഏറ്റവും പാപം ചെയ്തവനും ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്താണ്, അതിൽ നിന്ന് മോചിതനാണ്. ഇതായിരിക്കാം ഭഗവത്ഗീതയെ കോടതിയിലേക്ക് എന്താ പറയാ, കോടതിയിൽ സ്വീകാര്യമായതിന്റെ പിറകിലെ തത്വശാസ്ത്രം ഇതാവണം. അല്ലെങ്കിൽ നമുക്ക് വിശിഷ്ട ഗ്രന്ഥങ്ങൾ വേറെയുണ്ട് ഹൈന്ദവ സംസ്കൃതിയെ സംബന്ധിച്ച്. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാനുണ്ട്, അതുപോലെ ഹോളി ബൈബിളുണ്ട്. എന്താ ഭഗവത്ഗീതയാണ് ഒരു, അപ്പോ ഇത് തൊട്ട് സത്യം ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, പറയുന്നത് കളവാണ് എല്ലാവരും, ചോദിക്കുന്ന പറയുന്ന ആള് എല്ലാം ശരി. എങ്കിലും ഭഗവത്ഗീത എന്തുകൊണ്ട് ഭഗവത്ഗീത കോടതിയിൽ അതിനേക്കാൾ വിശുദ്ധി എന്ന് അവകാശപ്പെടാമല്ലോ എന്താ വേദങ്ങൾക്ക്, അല്ലെങ്കിൽ ഉപനിഷത്തിന്, ഈശാവാസ്യ ഉപനിഷത്ത് മതിയല്ലോ, അല്ലെങ്കിൽ കേനോപനിഷത്തോ കഠോപനിഷത്തോ ഒക്കെ മതിയല്ലോ. എന്താ കാരണം ഇത് പാപികളിൽ പാപിയെ സ്വീകരിക്കണമെന്ന് പറയാം, ആലിംഗനം ചെയ്യുന്നു, ആശ്ലേഷിക്കുന്നു, അവനെ ഉൾക്കൊള്ളുന്നു. അതാണ് അതിന്റെ ഒരു കരുത്ത് എന്ന് പറയാം. കോടതിയിലൊക്കെ വരുമ്പം പല വിധത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ സ്വീകാര്യമായ ഒരു ഗ്രന്ഥമാണ്. പാപികളിൽ കൊടുംപാപിയാവട്ടെ, ആ പാപികളുടെ പാപിക്ക് ഒരു കാലത്തും ശരണം എന്താ പറയാ ഗതി പിടിക്കില്ലേ എന്ന് ചോദിച്ചാൽ അവനാ തിരിഞ്ഞാൽ മതി എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ രാവണനൊക്കെ ഈ വിദ്യ നന്നായിട്ട് അറിയാം. രാവണൻ ജ്ഞാനിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ടാണ് രാവണനാണല്ലോ ആദ്യമായിട്ട് ഈ കിഡ്നാപ്പൊക്കെ കണ്ടുപിടിച്ചത്, സീതാദേവിയെ കട്ടുകൊണ്ടുവരുന്നത്. ആദ്യത്തെ പ്രച്ഛന്ന വേഷം നടത്തിയ ആളും അദ്ദേഹം തന്നെയാണ്. വേഷം മാറി സന്യാസി വേഷത്തിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് പറയാ സീതാദേവിയോട്, എന്താ പറയുന്നതെന്ന് അറിയാം, ഗംഭീരമായിട്ടുള്ള എന്താ ഒരു കവിത തന്നെ സീതാദേവിയെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, രാമായണത്തിൽ കാണാതെ. ഇത്രയും നല്ലൊരു സുന്ദരി, ഞാൻ ആലോചിക്കുക ഈ കാട്ടിൽ ആരാ നിന്നെ ഈ കാട്ടിലാക്കിയത്, അവനെ വേണം പറയാൻ പറയാ. അതുകൊണ്ട് ആള് വളരെ നന്നായിട്ട് പുകഴ്ത്തിയാണ്. സീതയ്ക്ക് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, രാവണന്റെ ഈ വർത്തമാനം കേട്ടിട്ട്. സീത ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ എന്ന്. രാവണൻ സത്യം പറഞ്ഞതാ, ഞാൻ ലങ്കേശനായ രാവണനാണ്. എന്താണത്ര രാവണൻ സത്യം പറയാൻ കാരണം? മൂപ്പര് ധരിച്ചത് കാവ്യായിരുന്നു, അതുകൊണ്ട് സത്യം പറഞ്ഞാണ്. കാവ്യയോട് നീതി പുലർത്തി രാവണൻ. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി അവിടെ. രാവണൻ ആള് വളരെ ഈ വക കാര്യത്തിലൊക്കെ ആള് എന്താ പറയാ ഡീസന്റാണ്. അതെ, അവിടെ പോയിട്ട് അങ്ങനത്തെ അക്രമമൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ ഇപ്പോഴത്തെ അസുരന്മാർക്ക് പോലും മാതൃകയാണ് രാവണൻ എന്ന് പറയുക. രാവണൻ ചെന്നു എന്നിട്ടിങ്ങനെ ദിവസവും ഓരോരുത്തരെ ഏൽപ്പിക്കും രാവണന്റെ കീർത്തനങ്ങളൊക്കെ പാടാൻ. രാവണന്റെ കീർത്തനങ്ങളായിരുന്നു അവർ പാടിക്കൊണ്ടിരുന്നത്. രാവണൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? കൈലാസത്തെ എടുത്ത് അമ്മാനമാടിയ ആളാണ്. കുച്ചിപ്പുടിയൊക്കെ കളിച്ചിട്ടുണ്ട് കൈലാസം എടുത്തിട്ട്, ഡാൻസൊക്കെ പഠിച്ച ആളാ. ഇതൊന്നും പറഞ്ഞിട്ട് സീതാദേവി അനങ്ങുന്നില്ല എന്നാണ്. പിന്നെ രാവണന് വല്ലാതെ വിഷമായി. അതാണ് മണ്ഡോദരിക്ക് വലിയ ദുഃഖം തോന്നിയത്. മണ്ഡോദരി ചോദിക്കുന്നുണ്ട്, രാവണേട്ടാ നിങ്ങൾ എന്താ ഇങ്ങനെ നഷ്ടപ്പെടുത്ത? ഞാൻ ആലോചിക്കുക, നിങ്ങളുടെ ഈ ദുഃഖം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമാവും. ഊണും ഉറക്കമൊന്നുമില്ല ഇപ്പം. അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങ് അപാര പല പല കഴിവുമുള്ള ആളാ. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങേക്ക് ഈ പല വേഷങ്ങൾ അറിയാലോ, അപ്പൊ എന്തുകൊണ്ട് രാമന്റെ വേഷം കെട്ടിക്കൂടാ? രാമന്റെ വേഷം കെട്ടി ചെല്ലൂ സീതയുടെ അടുത്ത്. അപ്പൊ രാവണൻ പറയുന്നുണ്ട്, എന്താ
മണ്ഡോദരിയോട് പറയാം, മണ്ഡോദരി നീയൊരു മണ്ടിയാണെന്ന് പറയാം. കാരണം രാമന്റെ വേഷം ഞാൻ കെട്ടിയാൽ എന്നിൽ നിന്ന് കാമൻ ഇല്ലാതെയാവും. കാമൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സീതയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി പോകും. താൽക്കാലികമായി ഞാൻ രാമന്റെ വേഷം കെട്ടിയാൽ ആ വേഷത്തോടെ എനിക്ക് നീതി പുലർത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് എന്ന് പറയാം. അതുകൊണ്ട് രാവണനാകട്ടെ, അതുകൊണ്ടാണ് ഈ അസുരന്മാരൊക്കെ ഭഗവത് പാദത്തിലെത്തുന്നത്. കൊടിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ഈ ഒരു അറിവ് കിട്ടിയാൽ മോചിതനായി. അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് ചിലപ്പോൾ ചിലരെ കുറിച്ചൊക്കെ ഒരു എന്താ പറയാ പുച്ഛമൊക്കെ തോന്നും. ഓ, ഇയാളെ ഇങ്ങനെ നടന്ന ആളാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആള് നന്നാവുന്നു എത്രയായാലും, ഇല്ലേ? അങ്ങനല്ല, ആകെ മാറി മറിയും എന്ന് പറയാം. പക്ഷെ ഒരു നിമിഷ നേരം മതി ഇതൊക്കെ എന്താ പറയാ ഒന്ന് ആലോചിക്കാൻ എന്ന് പറയാം. അപ്പം ആരൊക്കെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകളൊന്നും തന്നെ നിങ്ങളെ ജ്ഞാനം ലഭിക്കാൻ നിങ്ങൾക്ക് തടസ്സമല്ല എന്ന്. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ ചെയ്തികളൊന്നും തന്നെ ഈ ഒരു പരിശ്രമത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അതിന് തടസ്സം നിൽക്കാൻ ഈ പറഞ്ഞ ചെയ്തികളൊന്നും ഒരു പ്രകാരത്തിലും നിങ്ങളെ സ്വാധീനിക്കുന്നില്ല. നിങ്ങൾക്കൊരു 100% സത്യസന്ധമായ ഒരു സമീപനം ഉണ്ടായാൽ മാത്രം മതി. ഭഗവാൻ പറയുന്നത് അതാണ്. സർവേഭ്യ പാപേഭ്യ പാപകൃത്തമഃ അസി ചേത് അതി സർവം വ്രജിനം ജ്ഞാനപ്ലവേന സന്തരിഷ്യസി. അവൻ അറിവാകുന്ന ഈ തോണിയിൽ കയറി അവനങ്ങനെ പോകുന്നു. സംസാരമാകുന്ന മൃതിയാകുന്ന ഈ തടാകത്തില് അല്ലെങ്കിൽ സമുദ്രത്തില് എന്ന് പറയാം. തുടർന്ന് യഥൈധാംസി സമിദ്ധോഗ്നിഃ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. യഥാ ഏതാംസി സമിദ്ധഃ അഗ്നിഃ ഭസ്മസാത് കുരുതേ. ഹേ അർജുന, ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അർജുന, സമിദ്ധഃ അഗ്നിഃ ഏതാംസി യഥാ ഭസ്മസാത് കുരുതേ. സമിദ്ധഃ എന്ന് പറഞ്ഞാൽ നന്നായി കത്തിജ്വലിക്കുന്ന അഗ്നി. അഗ്നിയിൽ അങ്ങനെ എന്താ പറയാ, അഗ്നിക്കുണ്ടല്ലോ ഒരു സ്വഭാവം അല്ലേ, നന്നായിട്ട് അങ്ങനെ എന്ത് ഇട്ടുകൊടുത്ത അപ്പം കത്തി തീർന്നു പോകും. ആ പാകത്തിന് നിൽക്കുന്ന അഗ്നിയില് ഏതാംസി എന്ന് പറഞ്ഞാൽ വിറകുകൾ, യഥാ ഭസ്മസാത് എപ്രകാരം ഭസ്മീകൃതമാകുന്നുവോ, കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വീഴുന്ന വിറകിന്റെ കഷ്ണങ്ങള് പിന്നെ എന്താവും, ഭസ്മമാവും, ചാരമാവും, പെട്ടെന്ന് അത് ജ്വലിക്കും. തഥാ അതുപോലെ തന്നെ ജ്ഞാനാഗ്നിഹി അറിവാകുന്ന അഗ്നികുണ്ഡത്തിലേക്ക് സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും ഭസ്മസാത് കുരുതേ ഭസ്മമാക്കുന്നു. സ്വാമി, ഓ അപ്പൊ ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസാ? അതെ, പാപം ചെയ്യാനുള്ള ലൈസൻസാ. എന്നാൽ ഞാൻ പാപങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഈ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ എന്ത് ചെയ്യാം, എല്ലാറ്റിനെയും ഭസ്മീകരിച്ചോളാം. അങ്ങനെ സാധിക്കുമെങ്കിൽ ചെയ്തോളൂ. അപ്പൊ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും. ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയാം. അതായത് ഇപ്പം നമ്മളെ പാപബോധം നമ്മളിങ്ങനെ ആലോചിക്കുക, ഞാൻ പാപിയാണ്, എനിക്ക് എന്തെങ്കിലും ഗതി കിട്ടുമോ, ഈ ജന്മത്തിലുണ്ടാവും തോന്നുന്നില്ല, ഞാൻ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാൻ എന്നെ ഈ ജന്മത്തിൽ കഷ്ടപ്പെടുത്തും. നിങ്ങളെ കഷ്ടപ്പെടുത്താനും നന്നാക്കാനും ഒന്നും ഒരാളും എവിടെ ഇരിക്കുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ, അതായത് ഈ അറിവാകുന്ന അഗ്നിയിലേക്ക് നിങ്ങൾക്ക് ഹോമിക്കാൻ പറ്റാത്ത വികാര വിചാരങ്ങളോ കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ്. ജ്ഞാനാഗ്നിയുടെ സവിശേഷത അതാണ്. ഇതിലേതും കത്തും.
സാധാരണ അഗ്നിയിൽ ഇരുമ്പൊന്നിട്ട അത്ര പെട്ടെന്നൊന്നും കത്തില്ല. ഇരുമ്പിനെ പിന്നെ കത്തിക്കണമെങ്കിൽ വേറെ ചില ഇതിലേക്ക് അതിനെ കടത്തിവിടണം. ഇരുമ്പിനെയും ഉരുക്കാനൊക്കെ പറ്റും, ഇരുമ്പും കത്തും. ഇവിടെ കത്താത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഇവിടെ കത്തിക്കേണ്ടത് എന്തൊക്കെയാണ്? കർമ്മം, കർമ്മഫലം, പിന്നെ വികാര വിചാരങ്ങൾ എല്ലാം ഈ അഗ്നിയിലേക്ക് ഹോമിക്കുക. അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്തതെല്ലാം എന്താണ്? ചലനം മാത്രം. ചലനങ്ങൾ മാത്രമാണ് ഈ വിശ്വത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതെ, പിറകിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചലനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ചലനത്തിൽ ഞാൻ ആരാണ്? നിശ്ചലനാണ്. പിന്നെ അതൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ 1ഉം 2ഉം ഒക്കെ കിടക്കയിലൊക്കെ തന്നെയായിരിക്കും പാസ്സാക്കിയിട്ടുണ്ടാവുക, അല്ലേ? ഇപ്പം വലുതായിട്ട് നിങ്ങൾ സോറി പറയാറുണ്ടോ അമ്മയോടും അച്ഛനോടും? ഉണ്ടോ? അമ്മേ സോറി കേട്ടോ, അന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ടായിരുന്നു, അമ്മ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും അമ്മയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല. ഇതുപോലെ, കാരണം അന്ന് അറിവില്ലാതെ നിസ്സഹായനായി, എനിക്ക് മറ്റു പോംവഴികളൊന്നും ഇല്ലായിരുന്നു, നിസ്സഹായനായി ഞാൻ അതൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ ഇന്ന് ഓർക്കുന്നു പോലുമില്ല. ഇതുപോലെ നമ്മുടെ സ്മൃതി പദത്തിൽ നിന്ന് പൂർണ്ണമായി അറിവാകുന്ന അഗ്നി ഭസ്മമാക്കി കളയുന്നു എല്ലാറ്റിനെയും. ചലനം മാത്രം, ഒന്നുമില്ല. ഒരു പാപബോധവും പാപഭാരവും ഒന്നും വേണ്ട നമുക്ക്. അയ്യോ സ്വാമി അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെ. ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥ ന വേദ ന യജ്ഞ ന ഗുരു നൈവ ശിഷ്യ. പിന്നെ അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, എല്ലാം മിഥ്യ, എല്ലാം അജ്ഞാനത്തിന്റെ തലത്തില്. അവിടെ മന്ത്രങ്ങളില്ല, തീർത്ഥങ്ങളില്ല, ഗുരുവില്ല, ശിഷ്യനില്ല, പുണ്യമില്ല, പാപമില്ല. ഈ പുണ്യപാപങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? പുണ്യം ചെയ്തവനെ ചെകുത്താൻ കൊണ്ടുപോകും, പാപം ചെയ്തവനെ അല്ല, എന്താ അല്ലേ? പുണ്യം ചെയ്തവനെ ഈശ്വരൻ കൊണ്ടുപോകും, പാപം ചെയ്തവനെ ചെകുത്താൻ കൊണ്ടുപോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കഥ? ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ലേ? ഇല്ല, പറയാം. ഒരിക്കല് ഒരു പള്ളിപ്പറമ്പില് ഒരു വലിയ മാവുണ്ടായിരുന്നു, വലിയ മാവ്. അപ്പൊ നല്ല മാമ്പഴം ഉണ്ടാവും, ഒരുപാട് മാമ്പഴം. അപ്പൊ ഈ ശവം എടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് നല്ല വളമില്ലേ. പക്ഷെ ആർക്കും അത് പഴം കഴിക്കാനൊരു മടിയാണ്, ഈ പള്ളിപ്പറമ്പ് ഈ സെമിത്തേരിയിലേതായതുകൊണ്ട്. അപ്പൊ ഒരു ദിവസം 2 പേര് വന്നിട്ട് ചോദിച്ചു, ഇതിനെ ഞങ്ങൾക്ക് തരുമോന്ന്. ലേലം പോലെ അവര് പറഞ്ഞു ഞങ്ങൾ എടുക്കാം. എന്നിട്ട് അവരാലോചിച്ചു ഇതിനെ അടുത്ത സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കാം. അറിയില്ലല്ലോ ആർക്കും, ശവപ്പറമ്പിലെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ അറിയുന്നത്? അപ്പൊ അവിടുത്തെ പള്ളിയിലെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞങ്ങളിതിങ്ങനെ എടുത്തോട്ടെ. അപ്പൊ അച്ഛൻ പറഞ്ഞു കമ്മിറ്റിയൊക്കെ ഉള്ളതാണ്, അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് തോന്നണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് പള്ളിക്ക് സംഭാവന ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ തരാം. ഒരു തുക നിശ്ചയിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങ് പാകാവുന്നേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ അവർ വില നിശ്ചയിച്ചു. അച്ഛൻ പറഞ്ഞു സമയമായാൽ നിങ്ങൾ എടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അവർ 2-3 മാസം കഴിഞ്ഞിട്ടാണ് അവർ വന്നത് പറക്കുന്നത്. അപ്പൊ അച്ഛനോട് ചോദിച്ചു, അങ്ങനെ അത് വേണ്ട, നിങ്ങൾ സമയമാകുമ്പോൾ എടുത്തോളൂ, ഞാൻ ഇവിടെ അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു ദിവസം ഉച്ചയ്ക്ക് വന്നു, അത് കയറി. അപ്പൊ അവര് അതൊക്കെ ഇങ്ങനെ ഒരു കൊട്ട ഇത് നിലത്ത് വീഴാതെ 2 പേര് കൂടിയിട്ട് പറക്കിയ ഒരുത്തൻ ഓരോന്ന് പറിച്ച് താഴെ ചാക്കിലാക്കി വെക്കുന്നു. അപ്പൊ 2 എണ്ണം അത് തെറ്റിയിട്ട് വീണു. പള്ളിയുടെ മതിലിനോട് ചേർന്ന് ടൈമാവും, പള്ളി മതിലിന്റെ അപ്പുറത്തേക്ക് വീണു 2 എണ്ണം. പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ ഇവിടെ അപ്പൊ അവരുടെ ഇതെന്താ, തുല്യമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്. പകുതിയും പകുതിയും, അത് പകുതി നിനക്ക് പകുതി എനിക്ക്, ഇതാണ് ഷെയർ ചെയ്യാം. അങ്ങനെ അവര് നേരം വൈകി സന്ധ്യയോടെ അടുത്തു ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ അവര് പകുക്കുകയാണ്.
ആ വാക്ക് ഒന്നെനിക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ഒരു ചെറിയ ഇടവഴിയുണ്ട്. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി. അപ്പോഴാണ് ഒരു വിശ്വാസി അതിലേ പോകുമ്പോൾ ഇതാ കേൾക്കുന്നു, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്. അപ്പൊ അവൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ശവം ഭഗവാനും ചെകുത്താനും പങ്കുവെക്കുന്നു. അതിന് പേടിയായി, കാതോർത്തു ശരിയെന്നാണോ നോക്കുമ്പോ അതെ, ഇതെനിക്ക്, ഇത് നിനക്ക്. അപ്പൊ ചെകുത്താനുള്ളത് ചെകുത്താൻ എടുക്കണു, ഭഗവാനുള്ളത് ഭഗവാൻ എടുക്കണു. അവൻ ഓടി തിരിച്ചു വന്നു, അച്ഛനോട് പറഞ്ഞു, അച്ഛോ പള്ളിപ്പറമ്പില് ഭഗവാനും ചെകുത്താനും പങ്കുവെക്കാൻ തുടങ്ങി. നീ എന്ത് വെട്ടിത്തരാ പറയണം, അങ്ങനെയൊന്നുമില്ല. വരൂ അച്ഛ, ഞാൻ കേൾപ്പിച്ചു തരാം. അവസാനം അച്ഛൻ വന്നു, കേട്ടു, ഇതെനിക്ക്, ഇത് നിനക്ക്. അപ്പത്തേക്കും കഴിഞ്ഞു. അപ്പൊ പറയാം, 2 എണ്ണം പുറത്തുണ്ട്, ഒന്ന് നിനക്ക്, ഒന്ന് എനിക്ക്. അച്ഛനും വീണു, മറ്റനും വീണു. രണ്ട് മാങ്ങയുടെ കാര്യമാണ് പറഞ്ഞു. ഇതുപോലെ ഭഗവത്ഗീതയുടെ അഭിപ്രായത്തില് അറിവ് നേടിക്കഴിഞ്ഞാൽ ഈ അറിവിൽ ഭസ്മീകൃതമാകാത്ത യാതൊന്നും തന്നെ ഇല്ല എന്ന് ഗീത പറയുന്നു. എന്തും ഇവിടെ അതാ പറഞ്ഞത്, അഭിചേ പാപകൃത്തമഹ, അല്ലെ, കൊടിയ പാപം പോലും എങ്ങനെയാണ് ഭസ്മസാത് കുരുതേ, ഭസ്മീകൃതമാക്കുന്നു. എന്നിട്ടോ ആ ഭസ്മത്തിന്റെ മുകളിൽ നിനക്ക് കയറി യാത്ര ചെയ്യാന്ന, അതൊരു അറിവാണെന്ന് പറയാം. ചിലപ്പോ ഒരു ചെറിയ കൂട്ടം ഭസ്മം ഒരു ഉണ്ടായി നിന്ന് കഴിഞ്ഞാൽ ഒരു ഉറുമ്പിന് യാത്ര ചെയ്യാൻ അതൊക്കെ ധാരാളമാണ്, അല്ലേ? അതും വേണ്ടി വരില്ല, ഭസ്മം ഉണ്ട് എന്നുള്ളൊരു ധാരണയെ തന്നെ അങ്ങോട്ട് നടക്കാം. അറിവാകുന്ന അതിന്റെ അതായിരിക്കട്ടെ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയാം. നമ്മൾ എവിടെ നിൽക്കുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ശങ്കരാചാര്യ സ്വാമികൾ ഇതിനെ വളരെ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്. ഉപനിഷത്ത് രത്യ എന്നാ പറയുന്നത്. ജ്ഞാനിയുടെ വഴി ഏതാണെന്നറിയോ? അവൻ MG റോഡ് വഴിയും വേറെ ഏതെങ്കിലും ശാസ്ത്രി റോഡ് വഴിയൊന്നുമല്ല പോണം, അവനോ ഉപനിഷത്ത് വഴിയിൽ കൂടിയാണ്. MG റോഡ് എന്ന് പറഞ്ഞാൽ ഗാന്ധി റോഡ്, ആ ഗാന്ധിയെ മോശമാക്കി പറയല്ല, ഓരോരോ റോഡുണ്ടല്ലോ, ഓരോരോ റോഡിന് ഓരോ പേരൊക്കെ ഇല്ലേ, ആ വഴിയിലൊന്നുമല്ല. പിന്നെയോ ഉപനിഷത്തിന്റെ വഴി. ഉപനിഷത്ത് മന്ത്രങ്ങളാണ് അവൻ കാലിന്റെ അടിയിൽ വെച്ച്. അയ്യോ സ്വാമി, കാലിന്റെ അടിയിൽ വെക്കാവോ? പിന്നെ കാലിന്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ഇതാണ്. ഇതായിരിക്കട്ടെ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിൽക്കുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അറിവാകുന്ന അതായിരിക്കട്ടെ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയാം. ശങ്കരാചാര്യ സ്വാമികൾ ഇതിനെ വളരെ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്. ഉപനിഷത്ത് രത്യ എന്നാ പറയുന്നത്. ജ്ഞാനിയുടെ വഴി ഏതാണെന്നറിയോ? അവൻ MG റോഡ് വഴിയും വേറെ ഏതെങ്കിലും ശാസ്ത്രി റോഡ് വഴിയൊന്നുമല്ല പോണം, അവനോ ഉപനിഷത്ത് വഴിയിൽ കൂടിയാണ്. MG റോഡ് എന്ന് പറഞ്ഞാൽ ഗാന്ധി റോഡ്, ആ ഗാന്ധിയെ മോശമാക്കി പറയല്ല, ഓരോരോ റോഡുണ്ടല്ലോ, ഓരോരോ റോഡിന് ഓരോ പേരൊക്കെ ഇല്ലേ, ആ വഴിയിലൊന്നുമല്ല. പിന്നെയോ ഉപനിഷത്തിന്റെ വഴി. ഉപനിഷത്ത് മന്ത്രങ്ങളാണ് അവൻ കാലിന്റെ അടിയിൽ വെച്ച്. അയ്യോ സ്വാമി, കാലിന്റെ അടിയിൽ വെക്കാവോ? പിന്നെ കാലിന്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ഇതാണ്. ഇതായിരിക്കട്ടെ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. തുടർന്ന് നഹിജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തസ്വയം യോഗ സംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധഃ കാലേന ആത്മനി വിന്ദതി. ഭഗവാൻ വളരെ എന്താ പറയാ, വളരെ ഈ അറിവിനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ വലിയ, നമ്മൾ പറയില്ലേ, 1000 നാവാണ് എന്നൊക്കെ, അനന്തനാണ് ഭഗവാൻ എന്ന് പറയാം. പറയണു നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. ഇഹ ഇവിടെ ഈ ലോകത്ത് ജ്ഞാനേന അറിവിനോട് സദൃശം തുല്യമായി അതിന്റെ അടുത്തേക്ക് വെക്കാൻ തോന്നുന്ന പവിത്രം പരിശുദ്ധമായ എന്തെങ്കിലും ഒന്ന് അർജുന നഹി വിദ്യതേ, കിട്ടൂല.
അതുകൊണ്ടാണ് ഈ അറിവുള്ളവൻ എവിടെ പോയാലും രക്ഷപ്പെടും. അറിവെന്ന് പറഞ്ഞാല് ഈ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്നതെന്നല്ലേ, അവിടുന്ന് കിട്ടും, കിട്ടില്ല എന്നല്ല. പറയല്ലോ അറിവിന്റെ സങ്കേതങ്ങൾ 4ആയിട്ടാ പറയാ. എന്താണ്? ആചാര്യാത് പാദമാദത്തെ, പാദം ശിഷ്യ സ്വമേധയാ, പാദ സ ബ്രഹ്മചാരിഭ്യാം, പാദ കാലക്രമേണതു. കാൽഭാഗം എവിടുന്ന കിട്ടുന്നത്? ആചാര്യാത്, ഗുരുവിൽ നിന്ന്. ആചാര്യാത് പാദം ആദത്തെ, പാദം ശിഷ്യ സ്വമേധയ, അവന്റെ സ്വബുദ്ധി കൊണ്ട് വേണം നേടാൻ. പിന്നെയോ പാദം സ ബ്രഹ്മചാരിഭ്യാം, കൂട്ടുകാരിൽ നിന്ന് 25%, കാലക്രമേണതു, അനുഭവങ്ങളെ കൊണ്ടെന്ന് പറയുക. എന്തായാലും ഈ അറിവാണ്, അറിവിന് സദൃശമായി ഈ ലോകത്ത് യാതൊന്നും തന്നെ ഇല്ല അർജുന. അറിവില്ലാത്തവന പല എന്താ പറയാ ഗുണ്ടാവണ്ടികളിലും പോയി ചാടുന്നത് എന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു ബോർഡ് പോലും നമുക്ക് നോക്കാൻ അറിയില്ല, എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു കളിക്കും, എവിടെയായിട്ട് എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു ധാരണയില്ല, മനസ്സിൽ എന്തൊക്കെയോ ആണ്. അപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേണ്ടാവണ്ണം അറിയാൻ, എന്നാലോ വേണ്ടാത്തടത്തേക്കൊക്കെ നോക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ആളുകളൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കാണുമ്പോൾ പേടിയാവും. അവിടേക്കും ഇവിടേക്കും തിരിഞ്ഞു നോക്കിയിട്ടും ഒക്കെ പോകുന്നു. വിമൻസ് കോളേജിന്റെ അവിടെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് ആണ് അത്ര. അവിടെ എത്തുമ്പോൾ ഇവർ അങ്ങോട്ട് നോക്കി മതിൽ നോക്കി ഇങ്ങനെ പോയിട്ട്, അപ്പൊ അവിടെ അവസാനം ഒരു ബോർഡ് വെച്ചു എന്നാണ്, എന്താണ്? നേരെ നോക്കി പോകുക എന്ന്. ശരിക്കും ട്രാഫിക് പോലീസ് ഒരു ബോർഡ് വെച്ചു. എന്തിനാണ്? ബൈക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നേരെ നോക്കി പോവുക, മുൻപിൽ റോഡുണ്ട്. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അറിവുകൾ പോലും നമ്മെ ഈ സ്വൈര്യമായി ജീവിക്കാൻ സഹായിക്കുമെങ്കിൽ പരമമായ അറിവ് ഈ ലോകത്തിൽ എന്തൊക്കെ ബന്ധനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കാൻ പോകുന്നതാണ്. അറിവിന് സദൃശമായി എന്തെങ്കിലും ഒരു പരിഹാരം ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നില്ല. ഭഗവത്ഗീത നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഭഗവാൻ നിർദ്ദേശിക്കാനുള്ള പരിഹാരക്രിയ ഇതാണ്. എന്താണ്? ജ്ഞാനമുട്ട്. അല്ലേ? കാടാമ്പുഴ പോയി കഴിഞ്ഞാൽ പല മുട്ടുമുണ്ട്. ആ മുട്ട്, ഈ മുട്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടാണ് നമ്മള്. ജ്ഞാനമുട്ട്, ജ്ഞാന പുഷ്പാഞ്ജലി, ഇതൊക്കെയായിരിക്കും അറിവാകുന്ന പുഷ്പാഞ്ജലി. അറിവിന് സദൃശമായിട്ട് ഇവിടെ അതിന് പവിത്രം മറ്റൊരു പരിശുദ്ധമായിട്ട് ന വിദ്യത്തെ ഒന്നുമില്ല. കാലേന എന്ന് പറഞ്ഞാൽ കാലം കൊണ്ട്, യോഗ സംസിദ്ധനായിട്ടുള്ളവൻ, യോഗത്തെ സിദ്ധമായിട്ടുള്ള, യോഗം എന്ന് പറഞ്ഞാൽ യുജിര് സമാധൗ യുജിര് മേളനെ ധാതുവിന്, അത് അനുഭവമായിട്ടുള്ള, ചേർന്നിരിക്കുന്ന, അതിനാണ് ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുക. അധ്യായത്തിന് തന്നെ പേരതാണല്ലോ. അറിവ് സ്വാനുഭവത്തിലേക്ക് വരുന്ന യോഗ സംസിദ്ധനായിട്ടുള്ള അവന് അതിനെ എന്ന് പറഞ്ഞാൽ തത് പറയുന്നില്ലേ, തത്പദത്തെ കുറിച്ചാണ്. ഏതിനെ? ജ്ഞാനത്തെ, ആത്മാവിനെ, ബോധത്തെ, ആത്മനി സ്വബോധത്തിൽ, തന്നിൽ, ആത്മനി എന്ന് പറഞ്ഞാൽ തന്നിൽ, സ്വയം വിന്ദതി അറിയുന്നു, തന്നെ താൻ അറിയുന്നു. തന്നെ താൻ അറിയാന്ന് പറയില്ല. തന്നെ താൻ എവിടെ അറിയുന്നത്? തന്നിലാണ് അറിയേണ്ടത്. തന്നിൽ നിന്ന് അന്യമായ അറിവുണ്ടോ? ഇല്ല. ആർക്കാണ് ഈ അറിവ് കിട്ടുന്നത്? ആർക്കാണ് ഈ അറിവ് കിട്ടാത്തത്? ഭഗവാൻ പറയുന്നു, ഈ അറിവിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് ഈ അറിവ് നേടാനുള്ള യോഗ്യത ഭഗവാൻ പറയും. എന്താണ് യോഗ്യത? നോക്കാം. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളവൻ. എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാല്? നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ ശ്രദ്ധിക്കൂ എന്ന്.
ശ്രദ്ധിക്കുക. ശാസ്ത്രത്തില് ശ്രദ്ധ എന്ന് പറയുമ്പോൾ അതിനെ രണ്ട് പ്രകാരത്തില് ആചാര്യസ്വാമികള് വിവേക ചൂടാമണിയിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ എന്നാണ്. ശാസ്ത്രവാക്യത്തിലും ഗുരുവാക്യത്തിലും അതിനെ സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യാനുള്ള സാമർത്ഥ്യത്തെയാണ് ശ്രദ്ധ. അവധാരണം എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിച്ച് മനനാനന്തരം ശ്രവണാനന്തരം മനനത്തിന് വിധേയമാക്കുക. ശരിയോ തെറ്റോ എന്നറിയാനുള്ള ഒരു സാവകാശവും ആ ഒരു താത്പര്യവും ശ്രദ്ധ. ഉപനിഷത്തില് നചികേതസിൽ ആവേശിച്ചത് ശ്രദ്ധയാണെന്നാ പറയുന്നത്. ശ്രദ്ധാവിവേശ എന്ന് പറയുന്നു. നചികേതസിന് ശ്രദ്ധ ആവേശിച്ചു. ശ്രദ്ധ ആവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചോദിക്കുകയില്ല, ചോദ്യങ്ങളുണ്ടാവും. ഇനി ശ്രദ്ധയ്ക്ക് അടിസ്ഥാനം എന്താണ്? എങ്ങനെ ശ്രദ്ധയുണ്ടാകും? ശ്രദ്ധിക്കുക. എങ്ങനെ ശ്രദ്ധ നേടാം? ശ്രദ്ധ ഉണ്ടാവുന്നത് സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹം എവിടെ ഉണ്ടോ അവിടെ ശ്രദ്ധയുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും അതിയായ സ്നേഹം ഉണ്ടെങ്കിൽ ആ ആളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ശ്രദ്ധയുണ്ടാവും. ശരിയല്ലേ? ഇല്ലേ? സ്നേഹമില്ലാത്തടത്ത് നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നീ എന്താ എന്റെ കാര്യത്തിൽ ഈയിടെയായിട്ട് ഒരു ശ്രദ്ധയില്ലല്ലോ, ഈയിടെയായിട്ട് നിങ്ങളോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല എന്ന് തന്നെയാണ് അല്ലേ? അന്ന് എന്തൊക്കെയായിരുന്നു അല്ലേ? അന്ന് എന്തൊക്കെയായിരുന്നു എന്നൊന്നും പറയണ്ട അല്ലേ? ഭർത്താവ് പറഞ്ഞു ഭാര്യയോട്, നിന്നെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളെ ആ സ്നേഹിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല, ഇപ്പോഴാ മനസ്സിലായത്. അത് ഉണ്ട്, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടാവും. ശ്രദ്ധ വന്ന അന്വേഷണം വന്നു. വിനോബാജി പറയാറുള്ള ഉദാഹരണം പറയട്ടെ. ചെറിയ കുട്ടിയോട് അമ്മയ്ക്ക് തോന്നുന്ന വികാരം. വിനോബാജി പറയുന്ന ഉദാഹരണം, അമ്മ കുട്ടിയെ ജോലി ചെയ്യുന്നതിനായിട്ട്, അമ്മയുടെ ജോലി നടക്കുന്നതിനായിട്ട് കുട്ടിയെ ഉമ്മറത്ത് കൊണ്ടുപോയി കിടത്തി, ഒരു കളിപ്പാട്ടവും കൊടുത്തു. എന്നിട്ട് ആ കുട്ടി എവിടെയൊക്കെ നീങ്ങി പോകാൻ ഇടമുണ്ടോ അതൊക്കെ നോക്കും അമ്മ, അവിടെ എന്തൊക്കെയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലുതൊക്കെ എടുത്തു വെക്കും. കുട്ടിക്ക് തട്ടി ഇതാക്കാൻ പറ്റാത്ത ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ഡൈനിങ് ടേബിൾ കിടത്തി വെച്ച് കുട്ടിയെ അവിടെ ഒരു മുറിയാക്കി വെക്കും. പെട്ടെന്നൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പാകത്തിനാക്കും. അല്ലെങ്കിൽ അവരങ്ങനെ കളിക്കട്ടെ, നീന്തി കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വെക്കും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നോട്ടം കുറച്ച്, പക്ഷേ എന്താ പറയാ, കുറച്ച് വൈകി കഴിഞ്ഞ ഇവൻ ഒന്നും രണ്ടും പാസ്സാക്കിയിട്ട് അടിച്ച് പരത്തി അവിടെ ഇങ്ങനെ എന്താ പറയാ ഒരു ക്ലേ മോഡലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ഒരു വലിയ ചിത്രപ്പണികളൊക്കെ നടത്തി നമ്മളെ കാണുന്ന പറയും. നമുക്ക് എവിടെ തുടരണം എന്നുള്ളത് സംശയമാവും. എന്നാലും നമ്മൾ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഒരു സർവീസ് ഒക്കെ ചെയ്ത് ഇല്ലേ, ഒന്ന് വൈകിയാൽ മതി. അത് എന്താ പറയാ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കളിക്കാൻ സ്വതന്ത്രമായി വിട്ടിട്ടുള്ള ആ കുട്ടിയെ അമ്മ അടുക്കളയിൽ ഇങ്ങനെ അടുക്കളയിൽ ഇത് ചെയ്യുകയാണെങ്കിലും അവരുടെ ശ്രദ്ധ, അങ്ങനെയല്ലേ പറയാ, അവരുടെ ശ്രദ്ധ അവിടെയായിരിക്കും. അപ്പൊ ആ കുട്ടിയിൽ അമ്മയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ട് ആ ശ്രദ്ധ ഉണ്ടായത്. ശ്രദ്ധ ഉണ്ടായതുകൊണ്ട് അമ്മ അന്വേഷിക്കുക എപ്പോഴും, നിരന്തരം. എന്തൊക്കെ അന്വേഷിക്കും? ശബ്ദം കാതോർക്കും. ഒരു ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ എന്താ, അവനെ ഉറങ്ങിപ്പോയോ, ഒന്ന് പോയി നോക്കട്ടെ. അപ്പോഴായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഴുങ്ങിയിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? കുട്ടിയിൽ ശ്രദ്ധ ഉണ്ടാവുന്നു. എന്തുകൊണ്ടെന്നാൽ വിനോബാജി പറയുന്നു, നമുക്ക് സ്നേഹമുള്ളത് കൊണ്ട്. സ്നേഹം ഇപ്പം ശ്രദ്ധ ഒന്ന്, വിശ്വാസം മറ്റൊന്ന്. പക്ഷെ സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ്. ഗീത പറയുന്നത് വിശ്വാസത്തെ അല്ല. വിശ്വാസമുള്ളവനിൽ സംശയം ഉണ്ടാവും.
വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ വിശ്വാസിയായിരുന്നാൽ കുഴപ്പമാണ്. സ്വാമി പറയുന്നത് ഏതെങ്കിലും മതത്തിന്റെ കാര്യത്തിലല്ല. ഒരു ക്രിസ്തീയ മത സമ്പ്രദായത്തിൽ വിശ്വാസി എന്ന പദമുണ്ട്. അത് സ്വാമി ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ ഇതിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നാണയത്തെ പോലെയാണ്. വിശ്വാസവും സംശയവും നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. നമ്മൾ എന്തും ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണല്ല. വീട് നമ്മൾ വിദേശത്താണ്, അപ്പൊ നമ്മുടെ നാട്ടിൽ വന്നു ഒരു വീട് കച്ചവടാക്കി. വീടെന്ന സുഹൃത്തൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത്. എന്നിട്ടോ അതിനൊരു വാടകക്കാരനെയൊക്കെ കണ്ടെത്തി അയാൾ വാടകക്കാരനുമായിട്ടുള്ള അഗ്രിമെന്റ് ഒക്കെ ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോകേണ്ടി വന്നു. അപ്പൊ അയാൾ പറഞ്ഞു അതെല്ലാം ഞാനായിക്കോളാം ചേട്ടാ. ഏതായാലും നമ്മൾ അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പോയി വന്ന് 4 വർഷം കഴിഞ്ഞപ്പം വാടകയില്ല, ഒന്നുമില്ല. അപ്പൊ ഭാര്യ പറയാ, അപ്പോഴേ ഞാൻ പറഞ്ഞതാ, അല്ല അന്നേ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്ന ഒപ്പം തന്നെ നമുക്ക് എന്തുണ്ട്? സംശയമുണ്ട്. എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ് എന്ന് ഞാൻ പറയുമ്പം ഞാൻ കൂടെ തന്നെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ സംശയവും ആണ്. എനിക്ക് ചേട്ടനെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ചേട്ടന്റെ കാര്യത്തിൽ ചില്ലറ സംശയവും ഉണ്ട്. അതെ, അതില്ലാതെ അതിന് നിലനിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഏത് വിശ്വാസങ്ങളെ നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ വിശ്വാസത്തിന്റെ മുകളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം സംശയത്തോടു കൂടിയിട്ടാണ് അത് നിലനിന്നത്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് അതിന്റെ പിറകിൽ സ്നേഹമാണ്. അപ്പൊ നിങ്ങളോട് അങ്ങേയറ്റം സ്നേഹമുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, മഴക്കാലത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളോട് എന്താ നമ്മൾ പറയുക? ഇല്ലേ, നോക്കണേ, സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ, ഇല്ലേ? വഴുക്കലുണ്ട്. നമ്മൾ വേണമെങ്കിൽ പോയി നിന്ന് കൈയൊക്കെ പിടിച്ചു കൊടുത്ത് വരും. നമ്മുടെ ശത്രുവാണെങ്കിൽ, നമുക്കൊരു താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ വരും. അപ്പൊ അയാൾ ചോദിക്കും, അല്ല വരും, ഞങ്ങളൊക്കെ ഇതിലല്ലേ നടക്കുന്നത്? അയാൾ വീണ് കഴിഞ്ഞാലോ, അയ്യോ നോക്കണ്ടേ, ഇല്ലേ? സാറില്ല. നമുക്ക് വളരെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യും. പക്ഷെ സ്നേഹത്തിൽ നിന്ന് ശ്രദ്ധയുണ്ടാകുന്നു, ശ്രദ്ധയിൽ നിന്ന് അന്വേഷണം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരു ഈശ്വര വിശ്വാസിയല്ല, മറിച്ച് ഈശ്വര അന്വേഷകനാണ് ആവേണ്ടത്. ഈശ്വര വിശ്വാസിയല്ല ആകേണ്ടത്. നമ്മളൊക്കെ ഈശ്വര വിശ്വാസിയായതാണ് കുഴപ്പം. ഈശ്വര വിശ്വാസി മരിച്ചവനാണ്. അവൻ അന്ധമായി വിശ്വസിക്കുന്നു ഈശ്വരൻ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് കുട്ടികളോട് ചോദിച്ചത്, നാസറി കുട്ടിയോട് ചോദിച്ചു, അവനെ ഈശ്വരൻ എവിടെ ഇരിക്കണം? അപ്പൊ കുട്ടി പറഞ്ഞു ബാത്റൂമിൽ നിന്ന്. അതെന്താ? മമ്മി ദിവസവും വിളിക്കും അത്ര, ബാത്റൂമിന്റെ കതക് മുട്ടി, ഓ മൈ ഗോഡ് പ്ലീസ് കം. ഒരു കുട്ടി പറഞ്ഞു, എന്റെ മാത്സ് ടീച്ചർ ഭയങ്കര ഭക്തയാണ്. അതെന്താ? ടീച്ചർ ഓരോ ചോദ്യം ചോദിച്ച് എന്റെ ഉത്തരം കേട്ട എന്റെ ഭഗവാനെ എന്ന് പറയും. അതെ, കുട്ടികളെ സംബന്ധിച്ച് ഈശ്വരന്റെ നിർവചനങ്ങളാണ്. ഈശ്വര വിശ്വാസിയായി ഇരിക്കുക എന്നുള്ളത് മരണപ്പെട്ട അവസ്ഥയാണ്. എന്തെന്നാൽ മനസ്സിന് ഒരു കാര്യം നിർണയിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ മനസ്സ് എത്തിച്ചേരുന്നതാണ് വിശ്വാസം. മനസ്സിന് വ്യക്തമാകാതെ മനസ്സങ്ങനെ കിടന്ന് ഇങ്ങനെ വല്ലാത്തൊരു കളി കളിക്കുന്ന സമയത്ത് മനസ്സ് പോയി അഭയം പ്രാപിക്കും. അങ്ങനെ ആ അഭയ സങ്കേതമാണ് വിശ്വാസം. ഈശ്വരൻ എന്നത് അതല്ല. അന്വേഷണത്തിൽ നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടും. ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അന്വേഷണമായി. അതുകൊണ്ട് ഈശ്വരാന്വേഷകനായിരിക്കുക. ഈശ്വരാന്വേഷകനിൽ എന്തെങ്കിലും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസി മരണപ്പെട്ട് അവനങ്ങനെ താൽക്കാലികം ക്ഷേത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഒതുങ്ങിക്കൂടി അവൻ അന്തിമമായി വിധി എഴുതിയിരിക്കുന്നു. എവിടെയോ ഒരു ഈശ്വരൻ ഇരിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ ഇങ്ങനെ സത്കർമ്മം ചെയ്യുന്ന ആളുകളെയൊക്കെ അനുഗ്രഹിക്കുന്നു, ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളെയൊക്കെ നിഗ്രഹിക്കുന്നു. എന്നാലും ഭഗവാനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നു. കൂട്ടത്തിൽ അതുമുണ്ട്. അന്വേഷകൻ അങ്ങനെയല്ല. അന്വേഷകൻ നിരന്തരം കാതോർക്കുന്നു, നിരന്തരം അന്വേഷിച്ചുകൊണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം.
ശ്രദ്ധയുള്ളവന് ജ്ഞാനം സംഭവിക്കുന്നു. ശ്രദ്ധാവാൻ തത്പരഹ, തത്പരഹ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പ്രവർത്തിക്കുന്നവൻ തത്പരൻ. സംയതേന്ദ്രിയ, സംയതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തിട്ടുള്ളവനാണ് അവൻ. ജ്ഞാനം ലഭത, അവനാണ് അറിവ് കിട്ടുന്നത്. ആ ജ്ഞാനം ലബ്ധ്വ, ആ ജ്ഞാനത്തെ സമ്പാദിച്ചിട്ട് നേടിയിട്ട് അചിരേണ ഒട്ടും വൈകാതെ പരം ശാന്തിം അധിഗച്ഛതി, പരമമായ ശാന്തിയെ അവൻ പ്രാപിക്കുന്നു. അപ്പോ ശ്രദ്ധയില്ലാത്തവന്റെ സ്ഥിതിയോ? അർജുനന് സ്വാഭാവികമായിട്ടും ഒരു സംശയം, എന്താണ് അവന്റെ സ്ഥിതി? ഭഗവാൻ പറഞ്ഞു നാളെ അവന്റെ സ്ഥിതി പറയുന്നതാണ്. ഭഗവാൻ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അറിവാണ്, ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന് സദൃശമായി ഹേ അർജുന ഈ ഭൂമിയിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. നന്നായിട്ട് ഓർമ്മയിരിക്കട്ടെ എന്ന് പറയാം. ചിന്മയാനന്ദ സ്വാമികൾ ചിന്മയ യുവകേന്ദ്രയ്ക്ക്, ചിന്മയ മിഷന്റെ ഒരു യൂത്ത് മൂവ്മെന്റ് ആണ് ചിന്മയ യുവകേന്ദ്ര. ചിന്മയ യുവകേന്ദ്രയുടെ എംബ്ലമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ്, നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. അറിവിന് സദൃശമായി മറ്റൊന്ന് ഈ ലോകത്ത് ഇല്ല എന്ന് പറയാം. അപ്പൊ ഭഗവാൻ ഇതുവരെ പറഞ്ഞു വന്നത്, ഒരുവൻ അറിവിലെത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുവൻ അറിവിലെത്തുമ്പോൾ അവന്റെ സകലമാന പാപങ്ങളും എന്തൊക്കെ തെറ്റുകൾ, തെറ്റിദ്ധാരണകളാണ്. പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണകളാണ്. ആ പാപങ്ങൾ മുഴുവൻ ഭഗവാൻ പറയുന്നു വെന്തു വെണ്ണീറാകും. ഏതില്? അറിവാകുന്ന അഗ്നിയിൽ അതെല്ലാം ഭസ്മീകൃതമാകുന്നു എന്ന് പറയാം. ഈ ഒരു ഭസ്മീകൃതമാകുന്ന പ്രക്രിയയിലൂടെയാണ് ഒരുവൻ അവന്റെ തടവറയിൽ നിന്ന് മോചിതനാകുന്നത്. അവിടെയാണ് അവന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അതിലെത്തുമ്പോഴാണ് എന്ന് പറയാം. ഭഗവാന് പറയാനുള്ളത്, അല്ലെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് പറയാനുള്ളത്, പരമമായ ധർമ്മത്തിലേക്കുള്ള ദീപശിഖയാണ്. നമ്മൾ പറയില്ലേ ഈ ഒളിമ്പിക്കിലൊക്കെ ദീപശിഖ എന്തിപ്പോവല്ലോ. അപ്പം അറിവാകുന്ന ദീപശിഖയാണ് പരം ധർമ്മത്തിലേക്ക്, ബോധത്തിലേക്ക് അവനെ നയിക്കുന്നത് എന്ന് പറയാം. അതിന്റെ പുറത്ത് കഴിയുന്ന ആളുകളെല്ലാം വിഡ്ഢികളായിട്ട് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് അവരുടെ കാര്യം തന്നെ, അവർക്ക് ഈ ലോകവുമില്ല, അതുപോലെ വേറൊരു ലോകവും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് എന്താണ്, അതിനായിട്ട് എന്തു വേണം? ഈ ഒരു വിമോചനത്തിന്, ഈ ഒരു വിടുതലിനായിക്കൊണ്ട് അർജുന ഒരു ഗുരുവിനെ സമാശ്രയിക്കേണ്ടതുണ്ട്. ആ ഗുരുവിൽ നിന്ന് പരിപ്രശ്നത്തിലൂടെ, സേവയിലൂടെ നീ ആ ഗുരുവിന്റെ അനുഗ്രഹം, അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, തലയെ കൈവച്ചിട്ടുള്ള അനുഗ്രഹമല്ല, ആ അറിവ് പകരുന്ന ആ വിദ്യ. അതുകൊണ്ടാണ് ഈ ഗുരുവും ശിഷ്യനും കൂടെ ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. ഓം സഹനാവവതു സഹനൗ ഭുനത്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ഋഗ്വേദത്തിലൊക്കെ വരുന്നതാണ്. സഹ ഒരുമിച്ച്, നാം ഒരുമിച്ച്, ഗുരുവും ശിഷ്യരും, അങ്ങും ഞാനും, നമ്മളെ രണ്ടുപേരും. അവതു രക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ, ഈ ബ്രഹ്മം നമ്മെ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ബ്രഹ്മമാണ് നമ്മെ രക്ഷിക്കുന്നത്. സഹ നൗ ഭുനത്തു, നാം ഒരുമിച്ച് ഈ ബ്രഹ്മവിദ്യയെ അനുഭവിക്കുമാറാകട്ടെ. നമ്മുടെ അനുഭവങ്ങളെല്ലാം ഒരുമിച്ചാണ്. ഒരുമിച്ച് അനുഭവിക്കുക എന്ന് പറയുമ്പം അനുഭവിക്കുന്നവനും അനുഭവവും ഒന്നാവലാണ്. അത് വളരെ, ഈ ഉപനിഷത്ത് വളരെ സൂക്ഷ്മമായിട്ടാ കാര്യം പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണോ അനുഭവിക്കുന്ന ആളും ഭോക്താവും ബോധ്യമായിട്ടുള്ളതും ഒന്നാവുന്നത്, ആ അവസരത്തിൽ സഹനാവവതു സഹനൗ ഭുനത്തു, ആ അനുഭവമാണ് ഒരുവനെ
സഹ വീര്യം കരവാവഹൈ. നമുക്ക് വീര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുമാറാകട്ടെ. വീര്യമായിരിക്കട്ടെ നമ്മുടെ പ്രചോദനം എന്ന് പറയാം. സഹ വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. നൗ അധീതം തേജസ്വി അസ്തു. എന്തെന്നാണോ നാം അധ്യയനം ചെയ്തത് അത് തേജസ്സുറ്റതായി തീരട്ടെ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യപ്പെടലിലൂടെയാണ് അത് തേജസ്സുറ്റതായിട്ട് നിലകൊള്ളുന്നത്. ശ്രവണ പരമ്പരയാൽ. മാ വിദ്വിഷാവഹൈ. നമ്മുടെ ഇടയിൽ ഒരു വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. ഗുരുവും ശിഷ്യരും തമ്മിൽ ഈ ഒരു പാരസ്പര്യം ഇല്ല എങ്കിൽ ഒരു വിദ്യയും കൈമാറ്റം ചെയ്യപ്പെടില്ല. നമ്മൾ കുട്ടികളെയൊക്കെ അഡ്രസ് ചെയ്യാൻ പോകുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏതാ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയം? അപ്പൊ കുട്ടികൾ അറിയില്ല, പാവം. അവരവരുടെ നിഷ്കളങ്കത കൊണ്ട് പറയും, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ബോറാണ്, അല്ലെങ്കിൽ മാത്സ്, അല്ലെങ്കിൽ സോഷ്യൽ, അങ്ങനെ ഏതെങ്കിലും. കുട്ടികൾ അതിലൂടെ നമ്മളോട് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ടീച്ചർ ബോറാണെന്ന. അതെ, കാരണം അവർക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുമായിട്ട് ഒരു വിദ്വേഷമുണ്ട്. വിദ്വേഷം എന്ന് പറഞ്ഞാൽ ആശയ കൈമാറ്റം മര്യാദയ്ക്ക് നടക്കുന്നില്ല. അത് ഉപനിഷത്തിൽ എന്തൊരു സാർത്ഥകമായ പ്രാർത്ഥനയാണ്. അങ്ങ് ഏതൊരു തലത്തിൽ നിന്നാണോ ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ആ തലത്തിലേക്ക് ഉയരാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അല്ലെങ്കിൽ ഏതൊരു തലത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവിടേക്ക് താഴ്ന്നിറങ്ങി വന്ന് ഞങ്ങൾക്കിത് ബോധിപ്പിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ. ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപാണ്. അപ്പം മാ വിദ്വിഷാവഹൈ. നമ്മുടെ ഇടയിൽ ഇത്തരത്തിലൊരു വിദ്വേഷം ഇല്ലാതിരിക്കട്ടെ. അപ്പം ഗുരു ശിഷ്യ പാരസ്പര്യത്തിന്റെ കാവലായിട്ടുള്ളതാണ് പ്രേമം. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചുവല്ലോ, അതിനെവിടെ പറയുന്നു. മാ വിദ്വിഷാവഹൈ. നൗ അധീതം തേജസ്വി അസ്തു. ശാന്തി ശാന്തി ശാന്തി. അപ്പൊ ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹം നമ്മുടെ മനസ്സ് സ്വീകരിച്ചു എങ്കിൽ വിമോചനം നമ്മുടെ ഉള്ളൻ കൈയിലാണ് എന്ന് പറയാം. ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തെ നാം സ്വീകരിക്കേണ്ടതുണ്ട്, നാം അതിന് സജ്ജമാകേണ്ടതുണ്ട് എന്ന് പറയാം. ഒരിക്കലും ഒരാള് ലോകത്തിൽ എവിടെയെങ്കിലും സജ്ജമായാൽ പിന്നെ ഗുരു അവനെ തേടിയെത്തും. അതാണ് ഇതുവരെയുള്ള ലോകത്തിന്റെ ഗതി, ചരിത്രം. നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, അവിടെ എത്തും ഗുരു. അത് കാഷായ വസ്ത്രധാരിയാവണമെന്നൊന്നുമില്ല. ആദ്യം നമുക്ക് ഈ ഗുരു എന്ന സങ്കല്പം അത് മാറിക്കിട്ടണം. താടിയും കാഷായവും രുദ്രാക്ഷവും. ജ്ഞാനം അതിലല്ല ഇരിക്കുന്നത് എന്ന് പറയാം. ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ നാം അതിൽ പരിമിതപ്പെടരുത്. മാ ആനന്ദമായി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രസിദ്ധമായിട്ടുള്ള അമ്മയാണ് മാ ആനന്ദമായി. ഹരിദ്വാറിൽ അവർക്ക് വലിയൊരു ആശ്രമമുണ്ട്. ഹരിദ്വാറിലാണ് അവരുടെ സമാധി. ഈ അമ്മ ഒരു ഗൃഹസ്ഥയായിരുന്നു. അവരുടെ അവസാന കാലത്ത് ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു ഗുരുവിനെ വേണമെന്ന്. ഒരു ഭാര്യ ഭർത്താവിനോട് ഗുരുവിനെ ആവശ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എനിക്കൊരു ഗുരുവിനെ കൊണ്ടുതരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഭർത്താവിന്റെ മറുപടി? നിനക്കൊരു ഗുരുവിന്റെ കുറവേ ഉള്ളൂ, മനുഷ്യനൊരു ഇല്ലേ, ഗുരു വന്നിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയും. അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാവില്ല. എനിക്കൊരു ഗുരു വേണം എന്ന് പറയുമ്പോ അദ്ദേഹം അതിനായിട്ട് അന്വേഷണം നടത്തുന്നു. ഏതായാലും വൈകിട്ട് വരുമ്പോൾ ഒരു ഗുരുവിനെ കൊണ്ടുവരുന്നു, തപ്പിപ്പിടിച്ചിട്ട് രാത്രിയാവുമ്പോ. ഏതോ ഒരു ഗുരുവിനെ, തനിക്ക് തന്റെ അജ്ഞാനത്തെ നീക്കാൻ പോകുന്ന ഒരു ഗുരുവിനെയുമായി തന്റെ ഭർത്താവ് വരും എന്ന പ്രതീക്ഷയിൽ ആ അമ്മ കാത്തിരിക്കണം ഗുരുപൂജയ്ക്കായിട്ട്, എല്ലാം സജ്ജമാക്കിയിട്ട്. അദ്ദേഹം എവിടുന്നോ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു എന്ന് പറയാം. എന്നിട്ടോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഒരു ദിവസം, ഒറ്റ ദിവസം, ഒരു രാത്രി. അങ്ങനെ ഒരു രാത്രി അവർ ഭക്ഷണമൊക്കെ കഴിച്ചു, വിശ്രമിച്ചു. പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേത്തെ ദിവസം, ഒരൊറ്റ ദിവസം വാസിഷ്ഠത്തിലെ ഏതോ 1-2 സൂത്രങ്ങൾ, ഏതോ ഒന്ന് അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞു കൊടുത്തു. അതിന്റെ പിറ്റേ ദിവസം ഈ ഗുരുവിനെ നോക്കുമ്പോൾ നമുക്കൊരു സമാധിയായി. അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചു പോയി എന്ന് പറയും. അപ്പൊ അവർക്ക് വല്ലാത്ത വിഷമായി. പിന്നെ അതിന്റെ
സംസ്കാരാദി കർമ്മങ്ങളൊക്കെ അവര് രണ്ടു കൂട്ടരും കൂടെ ചെയ്തു എന്നാണ്. എന്നിട്ടോ പിന്നെ ഈ അമ്മ വേറൊരു ഗുരുവിനെ ഒന്നും അന്വേഷിച്ചു പോയിട്ടില്ല. എന്താണോ ഗുരു ഒരു ദിവസം പറഞ്ഞത് അതിനെ മൗനമായിരുന്ന് മനനം ചെയ്തു. ആ മനനത്തിൽ അവർക്ക് വെളിപ്പെട്ട് ഇനി അധികം പുറത്തേക്കൊന്നും പോണ്ട, അകത്തു തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഗുരു രൂപത്തിൽ. അകത്തു നിന്ന് ദക്ഷിണാമൂർത്തി ഉത്തരങ്ങളൊക്കെ കൊടുത്തു എന്നാണ്. അപ്പൊ ഒരു നേരം മതി, അത് ഒരു ദിവസം മതി, ധാരാളമാണ്. അപ്പൊ എവിടെയെങ്കിലും നമുക്ക് കീഴടങ്ങേണ്ടിയിരിക്കുന്നു നാം, നമ്മുടെ മനസ്സിനെ എവിടെയെങ്കിലും നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഗുരു. ഗുകാരോരന്ധകാരശ്ച ഗുകാരോ തത് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേ. ഗുരുവിനെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. പ്രസിദ്ധമായ ഗുരുഗീതയിൽ ഗുരു ചെയ്യുന്നത് എന്താണ്? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരു ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ആളാണ്. എന്ത് ശസ്ത്രക്രിയയാണ് ഗുരു നടത്തുന്നത്? നേത്രത്തിനാണ് ഗുരുവിന്റെ ശസ്ത്രക്രിയ. എങ്ങനെയുള്ള നേത്രം? അജ്ഞാനമാകുന്ന തിമിരം. എന്ത് ഗംഭീര പ്രയോഗം നോക്കൂ. അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച അവന് ജ്ഞാനാഞ്ജനശലാകയ, അവന് അറിവാകുന്ന ജ്ഞാനമാകുന്ന കണ്ണങ്ങോട്ട് കീറിക്കൊടുക്കും, തുറന്നു കൊടുക്കും. ഉന്മീലനം ചെയ്യലിതാണ്. ആ ഗുരുവിനായിട്ട് നമസ്കാരം. ഗുരുഗീതയിലെ ഒരു വരിയാണ്. അതുകൊണ്ട് ഗുരുവാഷ്ടകത്തില് ശങ്കരാചാര്യ സ്വാമികൾ ചോദിക്കും, വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരവൃത്തേഷു മത്തോ ന ചാന്യ മനശ്ചേന്ന ലഗ്നം ഗുരോരംഗ്രിപത്നേ തദക്കിം 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 തദക്കിം. സ്വദേശേഷു മാന്യ വിദേശേഷു ധന്യ. അത് ഇവൻ സ്വദേശത്തും വിദേശത്തും മാന്യനാണ്, ധന്യനാണ്, ധനാഢ്യനാണ്. സദാചാരവൃത്തേഷു, സദാചാരങ്ങളിലെല്ലാം അവൻ അങ്ങേയറ്റം, അത് ശങ്കരാചാര്യസ്വാമികൾ അത്രയും ശ്രദ്ധാപൂർവ പറയുന്നത്, സദാചാരവൃത്തനാണ്. എല്ലാ ദാനധർമാദികളെല്ലാം ഉണ്ട്. പക്ഷേ മനസ്സ് ഗുരുവിൽ അർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തദക്കിം 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 തദക്കിം. പിന്നെന്ത് കാര്യം, പിന്നെന്ത് കാര്യം, പിന്നെന്ത് കാര്യം. ഗംഭീരാണ് ഗുരുവാഷ്ടകം. ഗുരോരംഗ്രി പത്മേ മനശ്ചേന്ന ലഗ്നം തദക്കിം 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 തദക്കിം. അങ്ങനെ ഗുരുവിന്റെ ആ എവിടെയാണോ സമർപ്പിക്കപ്പെടേണ്ടത് അതിനെക്കുറിച്ച് പറയും. അപ്പൊ അതുണ്ടെങ്കിൽ അവർ നിനക്ക് ഈ തത്വത്തെ ഉപദേശിച്ചു തരും. അപ്പം അറിവിന് സദൃശമായി അർജുന ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. യോഗസിദ്ധി നേടിയിട്ടുള്ള അവൻ തത് ആത്മനി, തത് അതിനെ, ആ തത് പദത്തെ, തത്പദ നിരൂപണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ തത്പദത്തെ സ്വയം വിന്ദതി, അവനവനിൽ നിന്ന് തന്നെ അറിയുന്നു എന്ന് പറയാം. അപ്പൊ പിന്നെ അവിടെ യാതൊരു അലോസരത്തിന്റെ ഒരംശം പോലും ഇല്ല. പണ്ടെന്ന് പറഞ്ഞാല് ഈ കുറച്ചു കാലം മുൻപ് വായിച്ച ഒരു കുട്ടികളുടെ കഥ, ഈ കുട്ടിക്കഥകളിലൊക്കെ ഒരുപാട് കാര്യം ഇരിക്കുന്നുണ്ട് എന്ന് പറയാം. ഇന്നെന്തോ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. ഒരു മൂടൻ എന്നാ പറയുക. അതായത് മൂടൻ എന്ന് പറയുമ്പം നമ്മുടെ ഇതില് മൂടൻ ഭ്രാന്തൻ എന്നൊക്കെ പറയുമ്പം ഒരു തത്വജ്ഞാനിയായിരിക്കും. അതുകൊണ്ടാണല്ലോ നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു മൂടനായിട്ടുള്ള വിദ്യാർത്ഥി അവൻ വേറൊരാളോട് ചോദിച്ചു, അവൻ ഗ്രാമത്തിലിരിക്കുന്ന അവൻ ചോദിച്ചു ഒരിക്കല്, പട്ടണത്തിലേക്കുള്ള വഴി ഏതാണ്, എങ്ങനെയാണ് ടൗണിൽ പോവാന്ന് ചോദിച്ചു. അപ്പൊ ഒരാള് കാണിച്ചു കൊടുത്തു, അങ്ങോട്ട് പോയാ അതിലേ നോക്കൂ എന്ന് പറഞ്ഞു. എവിടെ? അവിടെ ഒരു മരം കാണുന്നില്ലേ? അതെ,
അതിന്റെ ഒരു കൊമ്പ് കണ്ടോ ചാഞ്ഞ് നിൽക്കുന്നത്? അതെ, അതെങ്ങട്ടാ നേരെ നോക്കൂ, അതിലെ അങ്ങോട്ട് നേരെ പോയാൽ മതി എന്ന് പറയും. ഇവനത് അക്ഷരം പ്രതി അനുസരിച്ചു. അവനെ മരത്തിന്റെ മുകളിൽ കയറി, എന്നിട്ട് ആ കൊമ്പിലൂടെ അവനങ്ങോട്ട് പോയി. കൊമ്പിലൂടെ പോയി അതിന്റെ ഏറ്റവും തുഞ്ചത്തെത്തിയപ്പോ പിന്നെ അതിൽ തൂങ്ങി കിടക്കുകയാണ് അവൻ. അപ്പൊ അവൻ വിചാരിച്ചു ഇങ്ങനെയായിരിക്കും പട്ടണത്തിലേക്ക് പോവുക. ഇപ്പൊ താഴെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഇതെങ്ങനെയാ? അപ്പോഴാണ് ഒരാള് ആനയായിട്ട് വരുന്നത്, ആനപ്പുറത്ത് വരുന്നുണ്ട്. അവൻ വിചാരിച്ചു ഇങ്ങനെ ഇനി ആനപ്പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും സാധാരണ പട്ടണത്തിൽ പോകാനുള്ളവർക്ക്. അങ്ങനെ ആനപ്പുറത്ത് ഇരിക്കുന്നവൻ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇവന്റെ കാല് പിടിച്ചു. അപ്പൊ ആന അങ്ങോട്ട് നടന്നു. പിന്നെ ഇവര് രണ്ടുപേരും തൂങ്ങുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്നാ? അപ്പൊ താഴെ ഇരിക്കുന്നതും ഇവനെ പോലെ ഒരു മണ്ടനായിട്ടാണ് കഥ. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ഈ കുട്ടികളുടെ പുസ്തകത്തിലുള്ളതാണ്. പക്ഷെ വളരെ ആലോചനാമൃതമാണ്. ഒരു ജ്ഞാനിയുടെ മാനസികാവസ്ഥയാണ് ആ കുട്ടിയിൽ ചിത്രീകരിക്കുന്നത്. രണ്ട് കുട്ടികളും. അപ്പൊ അവർ രണ്ടുപേരും ആലോചിക്കാം ഇനിയിപ്പോ എന്താ ചെയ്യാം. അപ്പം മുകളിലുള്ളവൻ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരു കാര്യം ചെയ്യും, നീ ഒരു പാട്ട് പാടാൻ. അപ്പം താഴെയുള്ളവൻ പാട്ടുപാടി ഗംഭീരായിട്ട് അവനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ കയ്യടിച്ചു. മുകളിലിരിക്കുന്നവൻ താഴെ വീണ് വെള്ളത്തിലേക്ക് വീണ്. വെള്ളത്തിൽ വീണ് ഒഴുകുമ്പോ ഈ പാടിയവൻ മറ്റവനോട് പറയാം, ഞാൻ പാട്ട് തീരാതെ നീ എന്തിനാ കയ്യടിച്ചത്? കാരണം അപ്പോഴും അവരെ സംബന്ധിച്ച് അവർ അലവസരപ്പെടുന്നില്ല എന്ന് പറയും. അവരങ്ങനെ ഒഴുകി 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 പാലത്തിന്റെ അടിയിലെത്തി. അവിടുന്ന് ആരോ പിടിച്ച് കരക്കി കയറ്റി. അപ്പോഴേക്കും പട്ടണത്തിലെത്തി. അവർ ചോദിച്ചു ഇങ്ങനെയാ പട്ടണത്തിലേക്കുള്ള വഴി. അതായത് വളരെ രസമാണെന്ന് പറയാം. ഇതൊരു പ്രത്യേക മനസ്സാണ്. എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സന്തോഷം, ആനന്ദം കൈവിടാതെ ഒരു പാടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ. ഒഴുകുമ്പോഴും എന്താ തമാശ പറയുക, ഒരു വല്ലാത്തൊരു. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു അവന് പിന്നെ എന്താണ് ആത്മനി സ്വയം വിന്ദതി, അവനവന്റെ ആത്മാവിൽ അവനെ തന്നെ അറിഞ്ഞ് ആനന്ദിക്കുന്നു എന്ന് പറയാം. ശ്രദ്ധാവാൻ, അങ്ങനെയുള്ള ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, അവനാണ് അറിവുണ്ടാകുന്നത്. തത്പര സംയതേന്ദ്രിയ, അതിൽ തന്നെ രമിക്കുന്നവനായ പ്രവർത്തിക്കുന്നവനായ അവൻ സംയതേന്ദ്രിയനാണ്. അത് നിയമനം, ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാൻ യോഗ്യനായിട്ടുള്ള അവൻ ജ്ഞാനം ലബ്ധ്വ, അറിവ് നേടിക്കഴിഞ്ഞിട്ട് അചിരേണ ഒട്ടും വൈകാതെ പരാം ശാന്തിം അധിഗച്ഛതി, പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. തുടർന്ന് അജ്ഞാനിയുടെ തലത്തെ ഭഗവാൻ വിവരിക്കുന്നു. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് നോക്കാം. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി, നായം ലോകോസ്തി ന പരഃ ന സുഖം സംശയാത്മനഃ. അജ്ഞശ്ച അശ്രദ്ധദാനാശ്ച അശ്രദ്ധദാനഃ ച സംശയാത്മാ വിനശ്യതി, ന അയം ലോകഃ അസ്തി ന പരഃ ന സുഖം സംശയാത്മനഃ. ഇവിടെ പറയുന്നു ഭഗവാൻ സംശയാത്മാ വിനശ്യതി, സംശയമുള്ളവൻ നശിച്ചു എന്നാണ്. ഇന്നൊരാൾ വളരെ കാര്യമായിട്ട് ഫോൺ ചെയ്തു സ്വാമിയെ. ആൾ വന്നിട്ടുണ്ടോയെന്നറിയില്ല, ഏതായാലും സ്വാമി വരാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെയാണ് ഫോണ്. സ്വാമിയാണോ? അതെ. ഭക്തന്മാര് വിശ്വാസികള് മരിക്കുന്നു സ്വാമി പത്രത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ, വിശ്വാസിയും അവിശ്വാസിയും മരിക്കും. അല്ല, അത് മനസ്സിലായില്ല. അങ്ങ് യജ്ഞം കേൾക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പതിവായിട്ട് വായിക്കുന്നുണ്ട്. ശരി. അല്ല സ്വാമി, അത് കുറച്ച് എനിക്ക് വല്ലാതെ രാവിലെ കേട്ടപ്പോ വല്ലാത്ത വിഷമായി. ഉള്ളിലേക്ക് എഴുതിയിട്ടുണ്ട്. അല്ല, എന്നാലും അതെങ്ങനെയാ, അത് ശരിയാവുന്നില്ലല്ലോ. ഹെഡ്ലൈൻ കണ്ടപ്പോ ഞെട്ടിപ്പോയിന്ന. ഇനി ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ സ്വാമി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് പറയില്ല. അത് പറയാൻ ആളല്ല, കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെ, അതുകൊണ്ട് ഭഗവത്ഗീത തന്നെയാണ് പറയുന്നത്
സംശയാത്മാ വിനശ്യതി. സംശയമുള്ളവൻ മരണപ്പെട്ടവനാണ്. ഭഗവത്ഗീത തന്നെയാണ് പറയുന്നത്, സംശയാത്മാ വിനശ്യതി. സംശയമുള്ളവൻ മരണപ്പെട്ടവനാണ്. അപ്പൊ ആർക്കാണ് സംശയം? വിശ്വാസിക്കാണ് സംശയം. അതുകൊണ്ട് വിശ്വാസിയിൽ എന്തുണ്ട്? വിശ്വാസി മൃതനാണ് എന്ന് പറയാം. സംശയാത്മാ വിനശ്യതി. സംശയമുള്ളവന് ഭഗവാൻ പറയുന്നു അജ്ഞഃ, അറിവില്ല, ജ്ഞാനം ഒട്ടുമേ ഇല്ല. വേണ്ട വിധത്തില് വേണ്ട സമയത്ത് ചെയ്യാന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നില്ലേ? ഒരിക്കല് ബാങ്കിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം സമയോട്ട്, ബാങ്കിൽ നിന്ന് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് സീനിയർ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫയല് കെട്ടിക്കിടക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്കത് അങ്ങോട്ട് കത്തിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കത്തിച്ചോട് കുഴപ്പമില്ല, പക്ഷെ എല്ലാറ്റിന്റെ ഈ ഫോട്ടോ കോപ്പി എടുത്തു വെച്ചേക്കൂ. കുഴപ്പമില്ല, ഫോട്ടോ കോപ്പി എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അശ്രദ്ധധാനാഹ പറയാം. അവിടെയൊക്കെ നമ്മള് കേൾക്കുന്നില്ല. രാമകൃഷ്ണദേവൻ പറയും, കല്യാണ ദിവസം വരനോട് എന്തു പോയി പറഞ്ഞാലും ആ ശരി ശരി നാളെ കാണാം എന്ന് പറയും. അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ അച്ഛൻ ആശുപത്രിയിലാണ്, ICUവിലാണ്, എനിക്ക് വേഗം അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞാലും ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം എന്ന് പറയും. കാരണം അവനൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല. അശ്രദ്ധധാന, ശ്രദ്ധയില്ലാത്തവന്, അവൻ ജാഗ്രത അവസ്ഥയിലേ അല്ല. ഈ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത് പല പ്രകാരത്തിലാണ്. നമുക്ക് ചിലപ്പം എന്താ പറയാ, ഈ ഭക്തിയുടെ പേരില്, ബഹുമാനത്തിന്റെ പേരിൽ ഒക്കെ ഈ ശ്രദ്ധക്കുറവുണ്ടാകാറുണ്ട്. ഒരു വളരെ നല്ലൊരു ഒരു എന്താ പറയാ, ഒരു മര്യാദക്കാരനോ എന്താ അതിന് പറയാന്നറിയില്ല, നല്ലൊരു പയ്യൻ, മിടുക്കെന്ന് പറഞ്ഞൂടാ, കാരണം അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു കുഴപ്പമൊന്നുമില്ലാത്ത ഒരുത്തൻ. അപ്പം അവൻ ബസ്സിലിരിക്കുന്നു, ഇരുന്ന് യാത്ര ചെയ്യും. അവനാണ് ഒരു സ്കൂൾ അധ്യാപകൻ. ബസ്സിലേക്ക് കയറിയ സമയത്ത് അവൻ പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് അധ്യാപകൻ കയറിയ ഉടനെ ഇവൻ എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ അവനവിടെ ഇരുന്നു. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആയിരിക്കും, അതുകൊണ്ട് ഇരുന്നോളാൻ പറഞ്ഞു. അവനവിടെ അങ്ങനെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോ അവൻ എഴുന്നേറ്റപ്പോ ഇരുന്നോളാൻ പറഞ്ഞു. വീണ്ടും അതിന്റെ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴും അദ്ദേഹം എഴുന്നേക്കപ്പോ ഇരുന്നോളാൻ പറഞ്ഞു. സാറേ, എനിക്ക് ആ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതായിരുന്നു. കാരണം എങ്ങനെ ഇദ്ദേഹത്തെ ധിക്കരിക്കുക? ഒരു സ്റ്റോപ്പ് 2 സ്റ്റോപ്പൊക്കെ പിടിച്ചു നിന്നു. ഇനി വിട്ട് കഴിഞ്ഞ് ഇത് തന്നെ എന്താ പറയാ, ഫോർട്ട് കൊച്ചിയിലെത്തിക്കും. ആൾക്ക് എടപ്പള്ളി ഇറങ്ങേണ്ട ആളാണ്. ഇങ്ങനെയുണ്ട് നമ്മൾ. അതുകൊണ്ട് എങ്ങനെ പറയും? അതായത് നമ്മുടെ ശ്രദ്ധക്കുറവാണത്. നമുക്കതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആ ആശയവിനിമയം നടത്താൻ, അതുപോലെ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നത്, അതായത് ഈ ലൗകികമായ അതായത് ഭൗതികമായ ഈ പ്രപഞ്ചത്തില് ഭൗതികമായ കാര്യങ്ങൾ തന്നെ നേടുന്നതിന് നമ്മുടെ ശ്രദ്ധക്കുറവ് ഒരുപാടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ അതുകൊണ്ട് അശ്രദ്ധധാനാഹ, ആ ശ്രദ്ധയില്ലാത്തവന്, അതുപോലെ അതിൽ നിന്ന് സംശയാത്മാ, അത് ഹേതുവായിട്ടുള്ള സംശയം വന്നിട്ടുള്ളവൻ വിനശ്യതി, നശിച്ചു പോകുന്നു. അവൻ നശിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവന്റെ ധനം നഷ്ടപ്പെട്ടു, വീട് ഇടിവെട്ടിപ്പോയി, തെങ്ങൊച്ചിയൊന്നുമില്ല, റബ്ബർ മുഴുവൻ കത്തിപ്പോയി. അങ്ങനെയല്ല. അവന് ധനമുണ്ടാവും,
അതിനെല്ലാം ഉണ്ടാവും. പക്ഷെ കിടന്ന ഉറക്കം വരില്ല, ആകെ അസ്വസ്ഥനാണ്. ചത്തതിനൊക്കുന്നേ ജീവിച്ചിരിക്കലും എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെയാണ് മൂപ്പരുടെ. അങ്ങോട്ട് തള്ളി വലിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ. ഉറക്ക ഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അഥവാ അറിയാതെ ഉറങ്ങിപ്പോയാൽ ഉടനെ ഭാര്യ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഉറക്ക ഗുളിക കഴിച്ചില്ല പറയും. അതാണ് അയാളുടെ ഗതി എന്ന് പറയാം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വീഴും, അശാന്തി തന്നെ. അങ്ങനെ വിനശ്യതി, നശിക്കുന്നു. സംശയാത്മനഃ, സംശയമാർന്ന ബുദ്ധിയോടുകൂടിയവന്, സംശയബുദ്ധിയുള്ളവന് അയം ലോകഃ ന അസ്തി, അവൻ ഈ ലോകം തന്നെ ഇല്ല. പിന്നെയാണ് ഒന്ന പരം എന്ന സുഖം, അവന് പരലോകവും ഇല്ല സുഖവും ഇല്ല. വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞു വന്ന ഒരമ്മയോട് അവരുടെ സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ ഏതൊക്കെ രാജ്യത്ത് പോയി എന്ന്. അപ്പൊ ആ അമ്മ പറഞ്ഞു പുള്ളിക്കാരൻ ആ ടിക്കറ്റൊക്കെ എടുത്ത് എവിടെയൊക്കെ പോയി എനിക്കറിയില്ല. അവരെ സംബന്ധിച്ച് ഒരു ലോകവും ഇല്ല. അവരാകെ സാരിക്കടയിലും അവിടെ ഇവിടെയൊക്കെ കയറി. പലപ്പോഴും ഉണ്ട് അങ്ങനെ ആളുകൾക്ക്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അയം ലോകഃ ന അസ്തി പരലോകഃ ന പര ന സുഖം. അവരെ സംബന്ധിച്ച് ആ ശാശ്വതമായ ആനന്ദം, സുഖം എന്നിവിടെ പറയുമ്പം ആനന്ദം, അത് ലഭ്യമല്ല എന്ന് പറയാം. ശ്രദ്ധിക്കുക. തുടർന്ന് യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബദ്ധന്തി ധനഞ്ജയ. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ഹേ ധനഞ്ജയ. അല്ലയോ അർജുന, യോഗസന്യസ്ത കർമാണം, യോഗസന്യസ്ത കർമാണം, യോഗത്തിൽ കർമ്മങ്ങളെ സന്യസിച്ചിട്ടുള്ള, യോഗത്തിൽ കർമ്മങ്ങളെ സന്യസിച്ചിട്ടുള്ള. യോഗം എന്ന് പറഞ്ഞാൽ യുജിര് സമാധൗ, എപ്പോഴും ഓർമ്മ വേണം. സമാധിയില് കർമ്മങ്ങളെ മുഴുവൻ സന്യസിച്ചിട്ടുള്ള. നേരത്തെ പറഞ്ഞു അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെട്ടിട്ടുള്ള. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്ഞാന സംഛിന്ന സംശയം, ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് സംശയങ്ങൾ മുഴുവൻ ദൂരീകരിക്കപ്പെട്ടിട്ടുള്ള, അറിവ് കൊണ്ട് എല്ലാ സംശയവും നീങ്ങിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആള് ആത്മവന്തം, ആത്മവന്തം എന്ന് പറഞ്ഞാൽ ആത്മദർശിയെ, താൻ ആത്മാവാണെന്ന് അറിഞ്ഞിട്ടുള്ള അവനെ കർമാണി നിബധ്നന്തി, കർമ്മങ്ങൾ ഒരൽപ്പം പോലും സ്പർശിക്കുന്നില്ല, ബന്ധിക്കുന്നില്ല. കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മഫലം. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ശ്ലോകമാണ്. ഭഗവാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആശയം തന്നെയാണ്, എങ്കിലും വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു ചക്രവർത്തി, അദ്ദേഹം ഈ കൊട്ടാരത്തില് ഒരു മഹാജ്ഞാനിയുടെ അഭാവം ഉണ്ട് എന്ന് കണ്ടു. രാജഭടന്മാരോട് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ജ്ഞാനികളായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരാനും അവർക്ക് ഇരിക്കാനുള്ളൊരു പ്രത്യേക സിംഹാസനം അതും കൊടുത്തു. ആ സിംഹാസനത്തിൽ ഇരിക്കാം, അവരെ വിളിച്ചു കൊണ്ടുവരാൻ പറയും. കാരണം ഇപ്പൊ ഒരു ജ്ഞാനിയുടെ അഭാവം ഈ രാജ്യത്തുണ്ട്. അങ്ങനെ ഭടന്മാര് പല ദിക്കുകളിലേക്കും യാത്ര ചെയ്തു. അങ്ങനെ അവര് ഒരു ജ്ഞാനിയുടെ സമീപത്ത് എത്തിച്ചേർന്നു. അപ്പൊ അദ്ദേഹം അവരിങ്ങനെ അന്വേഷിക്കുകയാണ്, പലരും ആരാണ് ജ്ഞാനി എന്ന്. അപ്പൊ പലരും പല ദിക്കുന്ന് പലരെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് പറയും അയ്യോ ഞാനെന്ത് ജ്ഞാനി, എന്നേക്കാൾ അപാരജ്ഞാനി വേറൊരാളുണ്ട്, ആ ജ്ഞാനി ഈ ജ്ഞാനിയുടെ അടുത്ത് പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു സ്ഥലത്തെത്തി. അതൊരു ചതുപ്പ് നില, ഒരു ചതുപ്പ് പ്രദേശമാണ്. ആ ചതുപ്പ് പ്രദേശത്തിൽ ഇദ്ദേഹം അങ്ങനെ പാറപ്പുറത്തിരിക്കുക. അപ്പൊ പാറപ്പുറത്തിരിക്കുന്ന ഈ ജ്ഞാനിയുടെ അടുത്തേക്ക് രാജഭടന്മാർ പോയിട്ട് പറഞ്ഞു, ഗുരു, രാജാവ്
വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു എന്തിനാണ്? അവിടെ ഒരു സിംഹാസനമുണ്ട്, അങ്ങേക്ക് ഇരിക്കാൻ, അവിടെ അങ്ങേപോലുള്ള മഹാത്മാക്കൾ ഇരിക്കണം എന്ന് രാജാവ് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അങ്ങ് വന്നാൽ ഞങ്ങൾ അങ്ങയെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഓ രാജാവ് അങ്ങനെ പറഞ്ഞു അല്ലേ, ശരി. അതെ, നിങ്ങളുടെ രാജാവ് ഇരിക്കുന്ന ആ സിംഹാസനത്തിന് വലതുവശത്തായിട്ട് ഒരു വലിയ ആമയുണ്ടല്ലോ, രത്നങ്ങൾ പതിച്ച ആമ. അതായത് ആമയുടെ ഒരു വലിയ ആമയുടെ രൂപത്തിൽ അനേക രത്നങ്ങൾ പതിച്ച ആമയുണ്ടല്ലോ, ആമയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു അതെ ആമയുണ്ട്. ആ രത്നങ്ങൾ പതിച്ചിട്ടുള്ള ആമയെ നിങ്ങളുടെ ഈ രാജ്യത്തിലെ ആ പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരുടെ അനുയായികളും ഒക്കെ വന്ന് പ്രണമിക്കാറില്ലേ എന്ന് ചോദിച്ചു. അതെ ഉണ്ട്. എന്നാലേ നിങ്ങൾ ഇവിടെ ഒരു ആമയെ കണ്ടോ? അപ്പൊ അവിടെ ഒരു ആമ ഉണ്ട്, ചളിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറഞ്ഞു ആ ആമയെ ഇവിടെ കൊണ്ടിടുക, ഈ ആമയെ അവിടെ കൊണ്ടുവയ്ക്കുക, നടക്കൂ ഇത് എന്ന് രാജാവിനോട് അന്വേഷിച്ചു വരാൻ പറഞ്ഞു. കാരണം പണ്ട് ഞാൻ അവിടെ ഇരുന്ന ആളാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായോ? വളരെ സറ്റലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് രത്നം പതിച്ച ആമയെ കൊണ്ട് ഇവിടെ ഇരുത്താൻ പറ്റുമോ? ഇവിടെ ചളിയിൽ ഇരിക്കുന്ന ആമയെ കൊണ്ട് അവിടെ ഇരുത്താൻ പറ്റുമോ? തലങ്ങൾ വേറെയാണെന്ന് പറയും. രണ്ടും രണ്ട് തലങ്ങളിലാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, അവിടെ ഇരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇനി എവിടെയും ഇരിക്കാനൊന്നും ഇല്ല എന്ന് പറയാം. ഇതിനെ അവിടെ ഇരുത്താൻ പറ്റില്ല, അതിനെ ഇവിടെ ഇട്ടിട്ട് കാര്യവുമില്ല, ചളിയിലിട്ട് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നതിൽ യാതൊരു പ്രയോജനമില്ല. ഇവര് തിരിച്ചുപോയി. പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല. കാരണം ഇദ്ദേഹം പണ്ട് അവിടെ ഇരുന്ന ആളാണ്. ഇതെല്ലാം പൂർവികന്മാര് അങ്ങനെയായിരുന്നു, എല്ലാം ത്യജിച്ചിറങ്ങുന്നതാണ്. മഹാജ്ഞാനിയായിട്ട് ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറയാം. അപ്പം അദ്ദേഹം ആരാണ്? ജ്ഞാന സംഛിന്ന സംശയം, അറിവുകൊണ്ട് എല്ലാ പ്രകാരത്തിലുള്ള സംശയങ്ങളും നീങ്ങിപ്പോയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരു സംശയം ഒരല്പം പോലും അവശേഷിക്കുന്നില്ല എന്ന് പറയാം. എല്ലാ സംശയവും നീങ്ങിയിട്ടുള്ളതാണ്. ഭഗവാൻ ഈ അധ്യായത്തെ ഉപസംഹരിക്കണം. തസ്മാദജ്ഞാനസംഭൂതം ഹൃസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോതിഷ്ഠ ഭാരത. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മസന്ന്യാസയോഗോ നാമ ചതുർത്ഥോധ്യായഃ. തസ്മാദജ്ഞാനസംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വാ ഏനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ഠ ഹേ ഭാരത. തസ്മാ ഭഗവാൻ ഉപസംഹരിക്കുന്നു, അതുകൊണ്ട് ആത്മനഃ ഹൃസ്തം, ആത്മനഃ തന്റെ തന്നെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതും തന്റെ മനസ്സിൽ നിലകൊള്ളുന്നതായിട്ടുള്ള അജ്ഞാനസംഭൂതം, അജ്ഞാനത്തിൽ നിന്നുദ്ഭവിച്ചതായിട്ടുള്ള ഏനം സംശയം, ഈ സംശയത്തെ എന്തു വേണം? ജ്ഞാനാസിന, ഭഗവാൻ പറയുന്ന ഒന്നാമത്തെ ആയുധം ഭഗവത്ഗീതയിൽ. ജ്ഞാനാസിന, അറിവാകുന്ന വാൾ കൊണ്ട്, അസിനെന്ന് പറഞ്ഞ വാള്, ജ്ഞാനാസിന, അറിവാകുന്ന വാൾ കൊണ്ട് ചിത്വ, മുറിച്ചിട്ട്, ഛേദിച്ചിട്ട്, യോഗത്തെ ആദിഷ്ട, അനുഷ്ഠിക്കും. അപ്പൊ യോഗത്തെ അനുഷ്ഠിക്കാനുള്ള യുദ്ധമാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യോഗത്തെ, പരമമായ യോഗത്തെ അനുഷ്ഠിക്കാൻ ഒരു യുദ്ധം ആവശ്യമാണ്.
ആ യുദ്ധത്തിലേക്കായിട്ട് എന്തൊക്കെ ആയുധങ്ങൾ, ഉപകരണങ്ങൾ ആവശ്യമാണോ അതിന്റെ ഒരു ആയുധം, പ്രധാനപ്പെട്ട ആയുധമാണ് അറിവാകുന്ന വാൾ, ജ്ഞാനാസിന. രണ്ടാമത്തെ വാള് ഭഗവാൻ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടോ ചിത്വാ യോഗം ആദിഷ്ട, അതിനായിക്കൊണ്ട് അർജുനൻ ഇരുന്നിട്ടുണ്ട് കുറെ മുൻപ്. അതിനായിക്കൊണ്ട് ഹേ ഭാരത, അല്ലയോ അർജുന, ഉത്തിഷ്ഠ, എഴുന്നേറ്റാൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുന്നേൽക്കാം പറയാം. യുദ്ധത്തിന്റെ ആരംഭം ഇവിടെ 4-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് എഴുന്നേൽക്കൂ എന്ന് പറയും. ഒന്നുകൊണ്ടും മടിക്കണ്ട, യുദ്ധത്തിനായിട്ട് എഴുന്നേറ്റാൽ. അജ്ഞാനത്തിൽ നിന്ന് ജനിച്ച ഏനം സംശയം, അജ്ഞാനത്തോടുകൂടി ഇരിക്കുമ്പോൾ, കണ്ണ് കാണാതെ ഇരിക്കുമ്പോൾ, കാത് കേൾക്കാതെ ഇരിക്കുമ്പോൾ എങ്ങനെ സംഗീതത്തെ അറിയും? എങ്ങനെ കാഴ്ചകൾ ഉണ്ടാവും? കണ്ണൊന്ന് തുറന്നു കിട്ടിയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇവന്മാർ ഈ ഭൂമിയെക്കുറിച്ചും നദിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പാടി പുകഴ്ത്തണം. സൂര്യോദയം ഭയങ്കരാണത്ര, എന്ത് അന്ധന്മാര് പറയുക. ഇതുപോലെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങോട്ട് നീങ്ങി കിട്ടിയാൽ അർജുന, അതിനായിട്ട് നീ വാളെടുക്കൂ, ഛേദിക്കൂ. നിന്റെ ഈ സംശയത്തിൽ നിന്ന് ജാതമായ ഈ അജ്ഞാനത്തെ നീ എന്തു വേണം? ഛേദിച്ചാലും. അതിനായിക്കൊണ്ട് ഉത്തിഷ്ഠ, എഴുന്നേൽക്കും. നമ്മുടെ എഴുന്നേൽക്കൽ എന്തിനായിരിക്കണം? ഇതിനായിക്കൊണ്ടായിരിക്കണം. ഉത്തിഷ്ഠ, ഉത്തിഷ്ഠ ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, ക്ഷുരസ്യ ധാരാ നിശിതം ദുരത്തെയ ദുർഗം പതസ്ഥ കവയോ വദന്തി. കഠോപനിഷത്തിൽ യമധർമ്മൻ. ഉത്തിഷ്ഠത ജാഗ്രത, എഴുന്നേൽക്കൂ, ഉണരൂ. ഉണർന്നെഴുന്നേക്കാനല്ല, ഉണർന്ന ഒരിക്കലും എഴുന്നേക്കില്ല, വീണ്ടും ഉറങ്ങും. അതുകൊണ്ട് എഴുന്നേൽക്കൂ, ഉണരൂ. പ്രാപ്യവരാൻ നിബോധത, ശ്രേഷ്ഠന്മാരായ വരേണ്യന്മാരായവരുടെ അടുത്തേക്ക് ചെല്ലുകുട്ടി, അവരെ സമീപിക്കൂ. എന്നിട്ടോ നിബോധത, ഉണരൂ, അറിയൂ. ഓർക്കുക, ക്ഷുരസ്യധാര നിശിതം ദുരത്തെയ, ഭാരതരുടെ കത്തി, അങ്ങനെ കത്തിയുടെ വായ്ത്തലയുടെ മുകളിലൂടെയുള്ള നടപ്പാണ്. ക്ഷുരസ്യധാര നിശിതം ദുരത്തെയ ദുർഗം വദസ്തത് കവയോ വദന്തി. കവയഃ വദന്തി, കവികൾ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം എഴുന്നേൽക്കൂ, എന്നിട്ടോ ഛേദിക്കും. ഭഗവാൻ ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മ സന്യാസം 4ാധ്യായ 4-ാം അധ്യായം സമാപ്തം. ഈ അധ്യായത്തിന്റെ രത്നചുരുക്കം, അതിന്റെ എന്താ പറയാ എസൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത് ഭഗവാൻ പറയുന്നു ഇവിടെ, ജ്ഞാനയോഗ രഹസ്യം അറിയാത്തവന് കർമ്മയോഗിയായി ഇരിക്കാൻ സാധ്യമല്ല. ജ്ഞാനയോഗ രഹസ്യം അറിയാത്തവന് കർമ്മയോഗിയായി ഇരിക്കുക എന്നത് സാധ്യമല്ല. ഒന്ന്. പിന്നെയോ, കർമ്മയോഗി എന്ന നിലയിലല്ലാതെ ജ്ഞാനയോഗിയാവുക എന്നതും അസാധ്യം, അസംഭാവ്യം. ഇതാണ് ഈ അധ്യായത്തിന്റെ ചുരുക്കം. ഇനി അങ്ങോട്ട് ചുരുക്കാൻ പറ്റില്ല. അതിന്റെ സമന്വയം, അതിന്റെ പ്രകടനമാണ് എന്താ ഗീത എന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ പ്രകടനം, അതിന്റെ അനുഗ്രഹമാണ്. അങ്ങനെയാണ് നമ്മിൽ അത് വിഷയം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജ്ഞാനയോഗി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അറിവാണ്, ഒന്നും ചെയ്യില്ല. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ രാവിലെ മൺവെട്ടി എടുത്ത് തുടങ്ങും അങ്ങോട്ട്, നിരന്തരം കർമ്മം 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 കർമ്മം. അങ്ങനെ ഈ മൺവെട്ടി കൊണ്ട് മണ്ണ് കളക്കലല്ല കർമ്മം, എല്ലാം കർമ്മം തന്നെ. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അറിവാണ് ഇതിന് പ്രധാനം എന്ന് പറയാം. രണ്ടിന്റെയും സമന്വയം. ഓതപ്രോതം എന്ന് വേദാന്തത്തിൽ ഒരു പ്രയോഗമുണ്ട്. നൂല് തോർത്തുമുണ്ടിൽ നൂല് പോകുന്നത് പോലെ, ഒന്നിങ്ങോട്ടാണെങ്കിൽ ഒന്നിങ്ങോട്ടാണ് പറയാം. അറിവും കർമ്മവും. ഓം
പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.